ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് ഫോർ ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ ഫിസിയോളജിയാണ്. ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുമ്പോൾ NCERT-യിൽ ഒരുപാട് ടോപ്പിക്കുകളായിട്ട്, വലിയ ടോപ്പിക്കുകളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്നത്. ഇതിൽ സർക്കുലേറ്ററി സിസ്റ്റം വരുന്നുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം വരുന്നുണ്ട്, നെർവസ് സിസ്റ്റം വരുന്നുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം, മസ്കുലാർ അല്ലെങ്കിൽ ടിഷ്യൂസ് വരുന്നുണ്ട്, ആനിമൽ ടിഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ടോപ്പിക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു വലിയ ഭാഗമാണ് ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ദൈർഘ്യമേറിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നമ്മുടെ എക്സാം പെട്ടെന്ന് തന്നെ ഉണ്ട്, 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയപരിമിതി കൊണ്ട് തന്നെ മലയാളം ട്രാൻസ്ലേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും. അതിൽ പേടിയൊന്നും വേണ്ട. അപ്പോൾ എല്ലാ ചോദ്യങ്ങളിലേക്കും എല്ലാ കൺസെപ്റ്റുകളിലേക്കും നമുക്ക് പതിയെ പതിയെ കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റിവിഷൻ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് ഈ ചാപ്റ്ററിലേക്ക് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ആദ്യം പറഞ്ഞു പോകാം. എന്നിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആനിമൽ ടിഷ്യൂ, ജന്തുകലകളെ പറ്റിയാണ്. സസ്യകലകളെ പറ്റി, പ്ലാന്റ് ടിഷ്യൂസിനെ പറ്റി നമ്മൾ വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തു. അതിൽ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. ആനിമൽ ടിഷ്യൂ, അതായത് നമ്മുടെ ലോകത്തിലുള്ള സകലമാന ജന്തുജാലങ്ങളുടെയും ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് 4 തരം ടിഷ്യൂസ് കൊണ്ടാണ്. ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂ, എപ്പിത്തീലിയൽ. രണ്ടാമത്തത് കണക്റ്റീവ് ടിഷ്യൂ. മൂന്നാമത്തത് മസ്കുലർ ടിഷ്യൂ. നാലാമത്തത് നെർവസ് ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എപ്പി എന്നൊക്കെ പറഞ്ഞാൽ പുറമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ ഒരു അർത്ഥം വരുന്നത് പുറമേ എന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പുറമേ കാണുന്ന, നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ചുമര് പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടിഷ്യൂ ആണ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഒരു കവറിങ് പോലെ പ്രവർത്തിക്കുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയാം. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ കണക്റ്റിംഗ് ജോലികൾ ചെയ്യുന്ന, പരസ്പരം കണക്റ്റ് ചെയ്യുന്ന, ലിങ്ക് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന ടിഷ്യൂസാണ്. രക്തം വരുന്നുണ്ട്, എല്ലുകൾ, ബോൺസ് വരുന്നുണ്ട്, ടെൻഡൻ, കാർട്ടിലേജ്, ലിഗമെൻറ്റ് എന്നീ പറയുന്ന ടിഷ്യൂസാണ് കണക്റ്റീവ് ടിഷ്യൂവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ മൂവ്മെൻറ്റിനായിട്ട്, ചലനത്തിനായിട്ട് സഹായിക്കുന്ന പേശീകലകളാണ് മസ്കുലർ ടിഷ്യൂ. നാലാമത്തതാണ് നെർവസ് ടിഷ്യൂ. അതായത് നമ്മൾ കാര്യങ്ങൾ കൺട്രോൾ, കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ തീരുമാനിക്കുന്ന കാര്യങ്ങളിലൂടെയാണ്. ഈ മെസ്സേജസ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത്, ഒരു വയറ് പോലെ എത്തിക്കുന്നത്, കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഈ നെർവസ് ടിഷ്യൂ ആണ്, നാഡീകലകളാണ്. അപ്പോൾ ഈ 4 ടിഷ്യൂസ് കൊണ്ടാണ് സകലമാന ജന്തുജാലങ്ങളുടെയും ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് കവറിങ് ടിഷ്യൂ ഇൻ ആനിമൽസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നുണ്ട്, നമ്മുടെ പുറംതൊലിയുണ്ട്, മൗത്തിൻ്റെ ലൈനിങ് വരുന്നുണ്ട്, രക്തക്കുഴലുകളുടെ ലൈനിങ് വരുന്നുണ്ട്, ലങ് ആൽവിയോളി. എന്താ ലങ് ആൽവിയോളി എന്ന് പറഞ്ഞാൽ, നമ്മൾ ലങ്സ്, ഒരു ശ്വാസകോശം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു എയർ ബാഗ് പോലുള്ള സ്ട്രക്ചർ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു എയർ ബാഗുകൾ ശ്വാസകോശത്തിൽ ഉടനീളം കാണാനായിട്ട് സാധിക്കും. ഈ എയർ ബാഗിൽ വെച്ചിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും വിനിമയം സംഭവിക്കുന്നത്. അപ്പോൾ ലങ്സിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്ന ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു എയർ ബാഗുകളാണ് നമുക്ക് പറയാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ആൽവിയോളൈ എന്ന് പറയുന്നത്. ഈ ആൽവിയോളൈ കവർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ടാണ്. അതുപോലെ തന്നെ കിഡ്നിയുടെ ട്യൂബ്യൂളുകൾ. കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഫിൽട്ടറിങ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു അവയവമാണ്. രക്തത്തിലെ വേസ്റ്റ് മെറ്റീരിയലിനെയൊക്കെ ഫിൽട്ടർ ചെയ്യുന്ന ആരാണ്? കിഡ്നീസാണ്. അപ്പോൾ ഈ കിഡ്നീസ്, ഒരുപാട് കിഡ്നി ട്യൂബ്യൂളുകൾ അതിൽ കാണാനായിട്ട് പറ്റും. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അരിപ്പകൾ കാണാൻ പറ്റും. ഈ അരിപ്പകളെ കവർ ചെയ്യുന്നത് എന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ഓക്കെ, എപ്പിത്തീലിയൽ ടിഷ്യൂയുടെ കോശങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. അവർ ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും, ടൈറ്റായിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന. നമ്മൾ ഇൻ്റർലോക്കിങ്, നമ്മുടെ താഴെ ഒക്കെ ഇൻ്റർലോക്ക് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത പോലെ തീരെ സ്പേസ് ഒന്നുമില്ലാതെ ടൈറ്റായിട്ട് പാക്ക് ചെയ്ത രീതിയിലായിരിക്കും ഈ പറഞ്ഞ സെല്ലുകൾ ഉണ്ടാവുക. വിത്ത് ഓൾമോസ്റ്റ് നോ ഇൻ്റർസെല്ലുലാർ സ്പേസ്. ഇവർക്കിടയിൽ ഇൻ്റർസെല്ലുലാർ സ്പേസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷീറ്റ്, നമ്മൾ ഈ പാമ്പിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞു വെച്ചാൽ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ അത് ഒരു ഷീറ്റ് പോലെ ഇങ്ങനെ അതിനെ കവർ ചെയ്തിരിക്കുക. അപ്പോൾ ഈ പ്രൊട്ടക്റ്റീവ് കവറിങ് ആവണമെങ്കിൽ സ്പേസ് ഒന്നും ഇല്ലാതെ ടൈറ്റായിട്ട് പാക്ക് ചെയ്തായിരിക്കണം. അതിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടെങ്കിൽ പുറത്തുള്ള വസ്തുക്കൾക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റും. അതൊരിക്കലും പാടില്ല. അതുകൊണ്ടാണ് ഇതിലെ കോശങ്ങൾ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക.
അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, അബ്സോർപ്ഷൻ വരുന്നുണ്ട്, ഗ്യാസുകളുടെ എക്സ്ചേഞ്ച്, വാതകങ്ങളുടെ വിനിമയം, സെക്രീഷൻ, വസ്തുക്കളെ സെക്രീറ്റ് ചെയ്യുക, ഫിൽട്രേഷൻ, ഇതൊക്കെ ജോലിയാണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ നിന്ന് ഒരു ചോദ്യം നമ്മുടെ എക്സാമിന് ഉറപ്പാണ്. ആനുവൽ ടിഷ്യൂവിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങളുടെ ഷിഫ്റ്റിൽ വരികയാണെങ്കിൽ ഈ ഒരു ടേബിളിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഒന്നാമത്തത് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. സിമ്പിൾ സ്ക്വാമസ്. എന്തുകൊണ്ടാണ് സിമ്പിൾ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ വരി കോശങ്ങൾ, ഒറ്റ വരി, സിംഗിൾ ലെയർ എന്ന് പറയും. ഒറ്റ വരി എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ് അതിൻ്റെ സ്ട്രക്ചർ. അതുകൊണ്ടാണ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം, ഒറ്റ വരി, സിംഗിൾ ലെയർ, ഫ്ലാറ്റ് തിൻ സെൽ, നിരപ്പായിട്ടുള്ള ടൈൽസ് പോലെയുള്ള വളരെ നിരപ്പായിട്ടുള്ള സെല്ലുകളുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. തിന്നായിട്ടുള്ള ടിഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? രക്തക്കുഴലുകൾ. കാരണം എന്താ? ഈ രക്തക്കുഴലുകളിൽ നിന്ന് പല വസ്തുക്കൾ ഇങ്ങനെ പുറമേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ രക്തക്കുഴലിൻ്റെ ഉള്ളിലേക്ക് പല വസ്തുക്കൾ കടക്കുന്നുണ്ട്. അപ്പോൾ കട്ടി കൂടിയ ഒരു ടിഷ്യൂ ആണെങ്കിൽ അവിടെ അതിന് പ്രശ്നമുണ്ടാകും. കട്ടി കുറഞ്ഞ ടിഷ്യൂ ആയിരിക്കണം. കാരണം ഇവിടെ നിന്ന് വസ്തുക്കൾ ഉള്ളിലേക്കും പുറത്തേക്കും പോകണം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫ്യൂഷന് സഹായിക്കണമെങ്കിൽ വളരെ കട്ടി കുറഞ്ഞ ആവരണമായിരിക്കണം, മെംബ്രെയിൻ ആയിരിക്കണം. അതുകൊണ്ട് രക്തക്കുഴലുകളിൽ സിമ്പിൾ സ്ക്വാമസ് ആണ്. അതുപോലെ തന്നെ ലങ് ആൽവിയോളൈ. ചിന്തിച്ച് നോക്കിക്കേ, ആൽവിയോളൈ എന്ന് പറയുമ്പോൾ അവിടെ വാതകത്തിൻ്റെ വിനിമയം നടക്കുന്നുണ്ട്, ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും. അപ്പോൾ കട്ടി കൂടിയ ടിഷ്യൂ ആണെങ്കിൽ അവിടെ കാര്യം നടക്കില്ല. അതുകൊണ്ട് ആൽവിയോളയിലും ബ്ലഡ് വെസലിലും എന്താണ്? സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? ഡിഫ്യൂഷൻ സംഭവിക്കുന്നു എന്ന് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചോദ്യം വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ ടൈപ്പാണ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലെയറുകളായിട്ട് അടുക്കി വെക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സ്ട്രാറ്റിഫിക്കേഷൻ, ജിയോഗ്രഫിയിലൊക്കെ നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. പല ലെയറുകളായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സ്ക്വാമസ് എപ്പിത്തീലിയത്തിനെ നമ്മൾ ഒരുപാട് ലെയറുകളായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പറയും? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. അപ്പോൾ ഒന്നിനു മേലെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ കട്ടി കൂടും, അല്ലേ? കട്ടി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ജോലി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആയിരിക്കും. കട്ടി കൂടിക്കഴിഞ്ഞാൽ എന്തിൽ നിന്നെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അയാൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഓർത്തു വെക്കുക, ഇത് പ്രധാനമായിട്ടും സ്ട്രാറ്റിഫൈഡ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ തൊലിയിലും മൗത്തിൻ്റെ ലൈനിങ്ങിലും, മൗത്തിൻ്റെ വായുടെ ലൈനിങ്ങിലും തൊലിയുമായിട്ട് എന്താണ്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ഓക്കെ, ഇപ്പം മൾട്ടി ലെയർ, അതാണ് സ്ട്രാറ്റിഫൈഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ അടുത്തത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ എന്നുള്ള പേര് വരാൻ കാരണം ക്യൂബ് പോലെയുള്ള കോശങ്ങൾ കാരണമാണ് ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ക്യൂബ് പോലെയുള്ള കോശങ്ങൾ. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് കാണുന്നത്? കിഡ്നി ട്യൂബ്യൂളുകളിലും സലൈവറി ഗ്ലാൻഡ്, ഉമിനീർ ഗ്രന്ഥികളുടെ ഡക്റ്റുകളിലും. ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് ഉമിനീര് വായിലേക്ക് വരുന്ന ചെറിയ പൈപ്പ് പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടാവും. ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് പൈപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചറിലൂടെയാണ് വായിലേക്ക് ഉമിനീര് സ്രവിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഡക്റ്റിലൊക്കെ എന്താണ്? ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. അപ്പോൾ എങ്ങനെ ഓർത്ത് വെക്കുക? കിഡ്നി ട്യൂബ്യൂൾ എപ്പോഴും ചോദിക്കുന്നതാണ്. കിഡ്നി ട്യൂബ്യൂളുകളിൽ ഏത് എപ്പിത്തീലിയമാണ്? ക്യൂബോയിഡൽ. ട്യൂബ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ട്യൂബ്. കൂടാതെ ഒരു എക്സാമ്പിൾ കൂടിയുണ്ട്, സലൈവറി ഗ്ലാൻഡിൻ്റെ ഡക്റ്റ്. അടുത്തത് കോളംനാർ എപ്പിത്തീലിയം. കോളംനാർ എന്ന് പറയുമ്പോൾ അവിടെ നീണ്ടു നിൽക്കുന്ന പില്ലർ പോലെയുള്ള, തൂണ് പോലെയുള്ള കോശങ്ങളാണ് കാണുന്നത്. അതുകൊണ്ടാണ് കോളംനാർ എപ്പിത്തീലിയം എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇതെവിടെയാണ് കാണുന്നത്? കുടലിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ. നമുക്കറിയാം, കുടലിലാണ് ഈ ഡൈജഷൻ നടക്കുന്നത്. ദഹന പ്രക്രിയ കംപ്ലീറ്റ് ആവുന്നത് കുടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ദഹനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള പല വസ്തുക്കളെ അബ്സോർബ് ചെയ്യണം, ചില എൻസൈമുകളെ സെക്രീറ്റ് ചെയ്യണം. ഇതിനൊക്കെ സഹായിക്കുന്നത് ഈ പറഞ്ഞ കോളംനാർ എപ്പിത്തീലിയമാണ്. ഓർത്ത് വെക്കുക, കോളംനാർ എവിടെയാണ്? കുടലിലാണ്. കോളംനാർ കുടൽ. നമ്മൾ അങ്ങനെ വാക്കുകളിലൂടെ പ്രൊനൗൺസ് ചെയ്യുന്നതിലൂടെ കണക്ട് ചെയ്ത് വെക്കുക. കോളംനാർ കുടൽ. ക്യൂബോയിഡൽ, കിഡ്നി ട്യൂബ്യൂളുകൾ, അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻഡിൻ്റെ ഡക്റ്റ്. സ്ക്വാമസ് എപ്പിത്തീലിയം എവിടെയൊക്കെയാണ്? രക്തക്കുഴലുകളിലും അതുപോലെ തന്നെ ലങ്സിൻ്റെ ആൽവിയോളയിലും.
അതിന് ഒരുപാട് ലെയറുകൾ ഉണ്ടെങ്കിൽ സ്ട്രാറ്റിഫൈഡ് എന്ന് വിളിക്കും. എവിടേക്കാണ്? സ്കിന്നിലും മൗത്തിൻ്റെ ലൈനിങ്ങിലും. ഓക്കെ, യെസ്. ദെൻ നമ്മൾ മസ്കുലാർ ടിഷ്യൂലേക്ക് പോവുകയാണ്. മസ്കുലാർ നമ്മുടെ പേശി കല. മസ്കുലാർ ടിഷ്യൂവിനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. സ്കെലറ്റൽ മസിൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയും. സ്ട്രയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ മസിലിൽ ചെറിയ ചെറിയ വരകൾ കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ സ്ട്രയേഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രയേറ്റഡ് എന്നും വിളിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് സ്മൂത്ത് അല്ലെങ്കിൽ അൺസ്ട്രയേറ്റഡ്. ഇതിൽ എന്തുണ്ടാവില്ല? ഈ വരകൾ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അൺസ്ട്രയേറ്റഡ് എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്തതാണ് കാർഡിയാക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയപേശി. അപ്പോൾ നമുക്ക് ഏതൊക്കെയുണ്ട്? സ്കെലറ്റൽ, സ്മൂത്ത്, കാർഡിയാക്ക്. സ്കെലറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന, നമ്മുടെ എല്ലുകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മസിൽസിനെയാണ് സ്കെലറ്റൽ മസിൽ എന്ന് പറയുന്നത്. സ്മൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, ആന്തരിക അവയവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മസിൽസിനെയാണ് നമ്മൾ സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. കാർഡിയാക്ക് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഹൃദയപേശി, ഹൃദയം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാർഡിയാക്ക് മസിൽ കൊണ്ടാണ്. ഇപ്പോൾ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്കെലറ്റൽ മസിൽ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്, എല്ലുകളുമായിട്ട്. സ്മൂത്ത് മസിൽ എവിടെയൊക്കെ ഉണ്ട്? രക്തക്കുഴലുകൾ, കണ്ണിലെ ഐറിസ്, വാൾസ് ഓഫ് എലിമെൻ്ററി കനാൽ, നമ്മുടെ ഭക്ഷണം പോകുന്ന എല്ലാ വഴികളിലും, ബ്രോങ്കൈ ഇൻ ലങ്സിലെ ബ്രോങ്കൈ, അതുപോലെ തന്നെ യൂറീറ്റേഴ്സ്, അവിടെയൊക്കെ സ്മൂത്ത് മസിലാണ്. കാർഡിയാക് മസിൽ ഹൃദയത്തിൽ. ഇനി ഇത് വോളണ്ടറിയ എന്ന് പറയും, ഐച്ഛികം എന്നാണ് മലയാളത്തിൽ പറയുക. അതായത് നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മസിൽസാണ് സ്കെലറ്റൽ മസിൽസ്. എൻ്റെ ചിന്തയ്ക്കനുസരിച്ച് കയ്യിലെ മസിൽസും കാലിലെ മസിൽസും ഒക്കെ എനിക്ക് അനക്കാനായിട്ട് സാധിക്കും. എല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വോളണ്ടറിയാണ്, ഐച്ഛിക ചലനങ്ങൾക്ക് കാരണമാകുന്നതാണ്. എന്നാൽ സ്മൂത്ത് മസിൽ, എൻ്റെ രക്തക്കുഴലുകളുടെ ചലനം അല്ലെങ്കിൽ എൻ്റെ വയറിൻ്റെയോ കുടലിൻ്റെയോ ഒന്നും ചലനം എനിക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല ചിന്തയിലൂടെ. അപ്പോൾ ഇതെന്താണ്? അനൈച്ഛികമാണ്, ഇൻവോളണ്ടറി ആണ്. കാർഡിയാക് മസിലും അതുപോലെ തന്നെ നമ്മുടെ ജനനം തൊട്ട് മരണം വരെ വളരെ സ്വാഭാവികമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ചിന്ത കൊണ്ട് അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കാർഡിയാക് മസിലും എന്താണ്? ഇൻവോളണ്ടറി ആണ്. ഇനി മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സ്കെലറ്റൽ മസിലിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്ട്രയേഷൻ, സ്കെലറ്റൽ സ്ട്രയേഷൻ ഓർത്ത് വെക്കുക. ഇനി സ്മൂത്ത് മസിലിൽ എന്തില്ല? സ്മൂത്തിൽ വരകൾ കാണാൻ പറ്റില്ല. ഇതുപോലെയുള്ള വരകൾ ഞാനിവിടെ വരയ്ക്കുന്നുണ്ടല്ലോ, വരകൾ, അതെവിടെയേ കാണാൻ പറ്റൂ? സ്കെലറ്റലിലേ കാണാൻ പറ്റൂ. സ്മൂത്തിൽ എന്തുണ്ടാവില്ല? ഇങ്ങനെയുള്ള വരകൾ കോശങ്ങളിൽ ഉണ്ടാവില്ല. കാർഡിയാക് മസിലിൽ ചെറിയ ചെറിയ വരകൾ ഉണ്ടാവും, ഭയങ്കരമായിട്ട് സ്കെലറ്റലിനെ പോലെ ഉണ്ടാവില്ല, ചെറിയ ചെറിയ ലൈറ്റ് സ്ട്രയേറ്റഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ സെൽ ഷേപ്പ് എങ്ങനെയായിരിക്കും? ലോങ് സിലിണ്ട്രിക്കൽ അൺബ്രാഞ്ച്ഡ് ആയിരിക്കും സ്കെലറ്റൽ. അതേസമയം സ്മൂത്ത് മസിൽ എങ്ങനെയാണ്? രണ്ട് സൈഡും കൂർത്തിരിക്കുന്ന ഷേപ്പാണ്. ഇതിനെയാണ് സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയാം. സ്മൂത്ത് മസിൽ ഇങ്ങനെ കൂർത്തിരിക്കുന്ന സ്പിൻഡിൽ ഷേപ്പ്. ഇനി കാർഡിയാക് മസിൽ എങ്ങനെയാണ്? സിലിണ്ട്രിക്കലാണ്, ബ്രാഞ്ച്ഡ് ആണ്, ബ്രാഞ്ചിങ് ഉണ്ടാവും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇമ്പോർട്ടൻറ്റ്. ബ്രാഞ്ചിങ് കാണുന്നത് ഏത് മസിലിൽ? കാർഡിയാക് മസിലിലാണ് ബ്രാഞ്ചിങ് കാണുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ടിഷ്യൂവിലേക്ക് വരാം, കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ പറഞ്ഞു, മസ്കുലാർ ടിഷ്യൂ പറഞ്ഞു, അടുത്താണ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ എന്തൊക്കെയുണ്ട്? ബ്ലഡ് ഉണ്ട്, ബോൺ ഉണ്ട്, ടെൻഡൻ ഉണ്ട്, ലിഗമെൻ്റ് ഉണ്ട്, കാർട്ടിലേജ് ഉണ്ട്, അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട്, ഏരിയോളാർ ടിഷ്യൂ ഉണ്ട്. ഓർത്ത് വെക്കാനായിട്ട് കാറ്റ് ലാബ് സ്ക്വയർ എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ബ്ലഡ്, ബോണ്, ടെൻഡൻ, ലിഗമെൻ്റ്, കാർട്ടിലേജ്, അഡിപ്പോസ്, ഏരിയോളാർ, ഇതൊക്കെ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ വിഭാഗമാണ്. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ജോലി എന്താണ്? ഇറ്റ് പ്രൊട്ടക്റ്റ്, സപ്പോർട്ട്, ട്രാൻസ്പോർട്ട്, സ്റ്റോർ ഫാറ്റ്, കൊഴുപ്പിനെ സ്റ്റോർ ചെയ്യുന്നു, സ്പേസ് ഫില്ല് ചെയ്യുന്നു, കണക്റ്റ് ടു ടിഷ്യൂ, രണ്ട് ടിഷ്യൂവിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു, ഫ്ലെക്സിബിലിറ്റി തരുന്നു. ഇതൊക്കെ ആരുടെ ഫംഗ്ഷനാണ്? കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷനാണ്. സെൽസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആർ ലൂസ്ലി പാക്ക്. ഇതിലെ കോശങ്ങൾ എന്ന് പറയുന്നത് ലൂസായിട്ട് പാക്ക് ചെയ്തിരിക്കും. സ്പേസ് ബിറ്റ്വീൻ സെൽസ് ഫിൽഡ് വിത്ത് മെട്രിക്സ്. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസ് ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ജെല്ലി പോലെയുള്ള ദ്രാവകം കൊണ്ട്, അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സ് മേ ബി ജെല്ലി ലൈക്ക്, ഫ്ലൂയിഡ് ഓർ റിജിഡ്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെല്ലി പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലൂയിഡ് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ കട്ടി കൂടിയതായിരിക്കും. നമ്മുടെ കടലമുട്ടായി കണ്ടില്ലേ? ഈ കടലമുട്ടായി പോലെ ഇതിലെ കടലയാണ് ഇൻഡിവിജ്വൽ സെൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു മെറ്റീരിയൽ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ കട്ടി കൂടിയതായിരിക്കും, ഇതിലിപ്പോൾ റിജിഡാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ജെല്ലി പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലൂയിഡ് പോലെ ആയിരിക്കും. ഈ ഫ്ലൂയിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മുടെ രക്തം എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് രക്തം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്.
ദെൻ ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്ന ടിഷ്യൂവിനെ പറ്റി നമുക്ക് നോക്കാം. ഇതാണ് ആനിമൽസിലെ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ടിഷ്യൂ. മോസ്റ്റ് അബണ്ടൻറ്റ് ടിഷ്യൂ ഏരിയോളാർ, മോസ്റ്റ് അബണ്ടൻറ്റ് ഏരിയോളാർ. ഇതിൻ്റെ ജോലി എന്താണ്? സ്പേസ് ഫില്ലിംഗ് ആണ്. സ്പേസ്, സ്കിന്നിൻ്റെയും മസിലിൻ്റെയും ഇടയിലുള്ള സ്പേസ് ഒക്കെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട ഫിൽസ് ദ സ്പേസ്. ഏരിയോളാർ ഫിൽസ് ദ സ്പേസ്. എങ്ങനെ ഓർത്ത് വെക്കാം? എയർ നമുക്കറിയാം, എയർ, വായു, ഒഴിഞ്ഞ സ്പേസൊക്കെ ഫില്ല് ചെയ്ത് നിൽക്കുന്ന എയറാണ്. നമ്മളെ ചുറ്റുമുള്ളത് ശൂന്യതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെയൊക്കെ എന്തുണ്ട്? എയർ ഉണ്ട്. അതുപോലെ തന്നെ സ്പേസ് ഫില്ല് ചെയ്യുന്ന ആരാണ്? ഏരിയോളാർ. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അഡിപ്പോസ് ടിഷ്യൂ മറ്റൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇയാളുടെ ജോലി എന്താ? കൊഴുപ്പിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. കൊഴുപ്പിനെ സ്റ്റോർ ചെയ്യുക, ഓർത്ത് വെക്കുക, കൊഴുപ്പിനെ സ്റ്റോർ ചെയ്യുക. സ്കിന്നിൻ്റെ അടിയിലായിട്ടാണ് കാണപ്പെടുന്നത്. കൊഴുപ്പിനെ സ്റ്റോർ ചെയ്യുകയാണ് അഡിപ്പോസ് ടിഷ്യൂ. ഏരിയോളാർ ടിഷ്യൂ എന്താണ്? സ്പേസ് ഫില്ല് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പറഞ്ഞൊരു ആളുണ്ട്, ടെൻഡൻ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നതെന്നറിയോ? ടെൻഡൻ എന്ന് പറയുന്നത് ഒരു മസിലിനെ എല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് ഇത് ടെൻഡൻ എന്ന് പറയുന്നത്. എന്നാൽ രണ്ട് എല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ടിഷ്യൂവിനെയാണ് നമ്മൾ ലിഗമെൻ്റ് എന്ന് പറയുക. സ്പോർട്സിലൊക്കെ ലിഗമെൻ്റ് പൊട്ടിപ്പോയി എന്നൊക്കെ, ഓടുകയും ചാടുന്ന ആൾക്കാരൊക്കെ ലിഗമെൻ്റ് പൊട്ടിപ്പോയി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം രണ്ട് എല്ലുകളെ കണക്ട് ചെയ്യുന്നത് ആരാണ്? ലിഗമെൻ്റ്. രണ്ട് എല്ലുകൾക്കിടയിലുള്ള കണക്ഷൻ ലിഗമെൻ്റ്. ഒരു മസിലിൻ്റെയും ബോണിൻ്റെയും ഇടയ്ക്കുള്ള കണക്ഷൻ ടെൻഡൻ. ഇതെപ്പോഴും ആവർത്തിച്ച് പല എക്സാമുകൾക്കും വരുന്ന ചോദ്യമാണ്. ടെൻഡൻ, മസിലും ബോണും, രണ്ട് എല്ലുകളെ കണക്ട് ചെയ്യുന്നത് ലിഗമെൻ്റ്. ഓർത്ത് വെക്കുക, കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇനി ഏറ്റവും അവസാനത്തെ ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ. ഒരു നെർവസ് ടിഷ്യൂവിലെ ബേസിക് യൂണിറ്റ് ആണ് നെർവ് സെൽ അഥവാ ന്യൂറോൺ എന്ന് വിളിക്കുന്ന സെൽ. ഒരു ന്യൂറോണിൻ്റെ ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്ന ന്യൂറോണിൻ്റെ ചിത്രം. രണ്ട് ന്യൂറോണുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ന്യൂറോണിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് കാണുന്ന ഈ ബ്രാഞ്ച് പോലെയുള്ള ഒരുപാട് ബ്രാഞ്ച് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയാം. ഇവിടെയാണ് സിഗ്നൽ എത്തുന്നത്. ഈ സിഗ്നൽ എന്നിട്ട് പ്രധാനപ്പെട്ട കോശ ശരീരത്തിലേക്ക്, സെൽ ബോഡിയിലേക്ക് എത്തുന്നു. അതിനുശേഷം ഒരു നീണ്ട സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്സോൺ എന്ന് വിളിക്കുക. ആക്സോൺ. ഈ ആക്സോണിലൂടെ ആ നെർവിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തും. അവസാന ഭാഗത്തേക്ക് എത്തി ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവും. ഈ സ്പേസിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്സ് എന്ന് വിളിക്കും. എന്താ പറയുക? സിനാപ്സ് എന്ന് പറയും. ഈ സിനാപ്സിലേക്ക് കടന്നതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് ആ മെസ്സേജ് ഇങ്ങനെ പോകും. അങ്ങനെ ഓരോ ന്യൂറോണിലൂടെയും ഇങ്ങനെ കണക്ട് ചെയ്താണ് മെസ്സേജ്, സിഗ്നൽസ് നമ്മുടെ ശരീരത്തിലുടനീളം പോകുന്നത്. ഇപ്പം നെർവ് ഇമ്പൾസ്, അതായത് സിഗ്നൽ ആദ്യം ഡെൻഡ്രൈറ്റിലെത്തും, ആക്സോണിലൂടെ മൂവ് ചെയ്യും, നെർവ് എൻഡിങ്ങിലെത്തും, അടുത്ത ന്യൂറോണിലേക്ക് സിനാപ്സിലൂടെ പാസ് ചെയ്യും എന്നോർത്തിരിക്കുക. ഇങ്ങനെയാണ് നെർവസ് ടിഷ്യൂ. അപ്പോൾ ആനുവൽ ടിഷ്യൂവിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മളൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്തു. ഓക്കെ. ദെൻ അടുത്തത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട നമ്മുടെ എലിമെൻ്ററി കനാൽ എന്ന് പറയും. എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജഷൻ്റെ ഭാഗമായിട്ട് പോകുന്ന ആ ഒരു പാതയാണ് നമ്മൾ എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ എലിമെൻ്ററി കനാലിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ടീത്ത് വരുന്നുണ്ട്, നമ്മുടെ വായിൻ്റെ അകത്തുള്ള പല്ലുകൾ വരുന്നുണ്ട്. അതിൻ്റെ ജോലി എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് കട്ട് ചെയ്ത് അതിനെ മെക്കാനിക്കൽ ഡൈജഷന് വിധേയമാക്കുക. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ചെറുതാക്കി മാറ്റുക എന്നാണ് അർത്ഥം. ഇപ്പോൾ ഭക്ഷണത്തിനെ ചവച്ചരച്ച് ആദ്യം ആര് ചെറുതാക്കി മാറ്റുന്നുണ്ട്? ടീത്ത് ചെറുതാക്കി മാറ്റുന്നുണ്ട്. മൗത്തിനെ നമ്മൾ ബക്കൽ ക്യാവിറ്റി എന്ന് വിളിക്കും. ഈ മൗത്തിൽ എന്തുണ്ട്? സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, ഉമിനീർ ഗ്രന്ഥികൾ. അത് ഉമിനീരിനെ ഉൽപ്പാദിപ്പിക്കും. സലൈവയിൽ ഒരു എൻസൈം ഉണ്ട്, ഇത് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു വെക്കണം. എന്താണ്? സലൈവറി അമൈലേസ് എന്നാണ് ഇതിൻ്റെ പേര്. എന്താ പേര്? സലൈവറി അമൈലേസ്. അമൈലേസ് എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് കാർബോഹൈഡ്രേറ്റിനെ അല്ലെങ്കിൽ സ്റ്റാർച്ചിൻ്റെ ദഹനത്തിനെ സഹായിക്കുന്ന എൻസൈമാണെന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ സലൈവറി അമൈലേസ് എന്ത് ചെയ്യും? സ്റ്റാർച്ചിനെ ദഹിപ്പിക്കുന്നതാണ് എന്ത്? സലൈവ. അതിനുശേഷം നമ്മുടെ ഭക്ഷണം നേരെ ഒരു ട്യൂബ് പോലെയുള്ള ഈ ഒരു സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ് എന്ന് വിളിക്കുന്നത്. ഈസോഫാഗസിലൂടെ ഒരു തരംഗ രൂപത്തിലുള്ള ചലനത്തിലൂടെയാണ് ഭക്ഷണം സഞ്ചരിക്കുന്നത്. ഈ ഒരു തരംഗ രൂപ ചലനത്തിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. പെരിസ്റ്റാൾസിസ്, തരംഗ രൂപ ചലനത്തിലൂടെ ഭക്ഷണം നേരെ എങ്ങോട്ടേക്കാണ് കടക്കുന്നത്? ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്കിലേക്ക് കടക്കും. ഈ സ്റ്റൊമക്കിൽ ഒരുപാട് ഗ്രന്ഥികൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകൾ.
ഈ ആമാശയവുമായിട്ട് ബന്ധപ്പെട്ടതിനെയൊക്കെ തന്നെ നമ്മൾ ഗ്യാസ്ട്രോ എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകളുണ്ട്. ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഒരുപാട് സെക്രീഷനെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് വിളിക്കുക. ആ ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തുണ്ട്, അതിശക്തമായിട്ടുള്ള ഒരു ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യും, ഒരു അസിഡിക് മീഡിയം അവിടെ ഉണ്ടാക്കും. നമ്മുടെ ഭക്ഷണത്തിലെ എന്ത് ചെയ്യും, ബാക്ടീരിയനെ ഒക്കെ കൊല്ലാനായിട്ട് സഹായിക്കുന്ന ആരാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. പിന്നെ ഈ ഒരു ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള പ്രധാനപ്പെട്ട ഒരു എൻസൈം ഉണ്ട്, അത് ഓർത്തിരിക്കണം. ആമാശയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിലെ ഒരു എൻസൈമാണ് പെപ്സിൻ. പെപ്സിൻ എന്തിനെ ഡൈജസ്റ്റ് ചെയ്യും, പ്രോട്ടീൻ. പെപ്സിൻ പ്രോട്ടീൻ, പെപ്സിൻ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യും. ഇനി മ്യൂക്കസ് എന്നുള്ള ഒരു ദ്രാവകമുണ്ട്. മ്യൂക്കസ് എന്ത് ചെയ്യും, ഈ ആസിഡിൽ നിന്ന് സ്റ്റൊമക്കിൻ്റെ ഭിത്തിയെ സംരക്ഷിക്കുന്ന ആരാണ്, മ്യൂക്കസ് ആണ്, ശ്ലേഷ്മമാണ്. ഓക്കെ, യെസ്. ദെൻ അടുത്തതായിട്ട് ഈ സ്റ്റൊമക്കിൽ നിന്ന് ഭക്ഷണം നേരെ എങ്ങോട്ടേക്കാണ് കടക്കുന്നത്, ഈ ഒരു ഭാഗത്തേക്കാണ് കിടക്കുന്നത്. സ്റ്റൊമക്കിൽ നിന്ന് ഭക്ഷണം നേരെ ഈ ഒരു ഭാഗത്തേക്ക് കിടക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടൽ എന്ന് പറയും. കോയിലായിട്ടുള്ള നമ്മുടെ എലിമെൻ്ററി കനാലിലെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ്. ഇവിടെയാണ് ഡൈജഷൻ, ദഹന പ്രക്രിയ കംപ്ലീറ്റ് ആവുന്നത്. സൈറ്റ് ഓഫ് കംപ്ലീറ്റ് ഡൈജഷൻ. നമ്മുടെ ഭക്ഷണത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും ഏറ്റവും ചെറുതാക്കി കോശങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഘടനയിലേക്ക് ആക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, ചെറുകുടലിൽ വെച്ചാണ്. അതുകൊണ്ട് ഡൈജഷൻ എവിടെ കംപ്ലീറ്റ് ആവുമെന്ന് നമുക്കറിയാം, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. അപ്പോൾ ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെറിയ വിരലുകൾ പോലെയുള്ള സ്ട്രക്ചർ കാണാൻ പറ്റും. അതിൻ്റെ ഭിത്തിയിൽ വിരലുകൾ പോലെയുള്ള സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ വില്ലൈ എന്ന് പറയുന്നത്. എന്ത് പറയും, വില്ലൈ. ഈ വില്ലൈ എന്ന് പറയുന്ന വിരല് പോലെയുള്ള പ്രൊജക്ഷൻസ് ആണ്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പ്രസൻറ്റ് ഓൺ ഇന്നർ ലൈനിങ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാം. ഈ ചെറുകുടലിൽ അടങ്ങിയിട്ടുള്ള വിരല് പോലെയുള്ള സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, വില്ലൈ എന്ന് പറയും, വില്ലൈ. ഓക്കെ, ദെൻ അതിനുശേഷം ഈ ചെറുകുടലിൽ ഡൈജഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്തായിട്ട് ഇയാൾ കടക്കുന്ന എങ്ങോട്ടേക്കാണ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, വൻകുടലിലേക്കാണ് കടക്കുന്നത്. ലാർജ് ഇൻറ്റസ്റ്റൈൻ അഥവാ അയാളെ കോളൻ എന്നും വിളിക്കും. അപ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നത്, അബ്സോർബ്സ് മോർ വാട്ടർ. ഈ ഭക്ഷണത്തിൽ ഡൈജഷൻ കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിനെ കൂടി അബ്സോർബ് ചെയ്യുന്ന ആരാണ്, ലാർജ് ഇൻറ്റസ്റ്റൈനാണ്. അപ്പോൾ വെള്ളം കൂടി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വെറും വേസ്റ്റ് മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. അത് മലാശയത്തിൽ സ്റ്റോർ ചെയ്ത് ആനസ് എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെ പുറത്തേക്ക് കളയും. ആനസ് എന്ന് പറയുന്ന ഓപ്പണിങ്. പ്രോട്ടീനുകളുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് എന്ത്, അമിനോ ആസിഡ്. കാർബോഹൈഡ്രേറ്റിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഗ്ലൂക്കോസ്. ഫാറ്റിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഇനി ചില ഗ്ലാൻഡുകൾ ഇവിടെ ഉണ്ട്. അതിലൊന്നാണ് ലിവർ എന്ന് പറയുന്നത്. ലിവർ എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബൈൽ, പിത്തരസം, ബൈൽ ജ്യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ്, മേക്ക് അസിഡിക് ഫുഡ് കമ്മിങ് ഫ്രം സ്റ്റൊമക്ക് ആൽക്കലൈൻ. നമ്മൾ അസിഡിക് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ ആൽക്കലൈൻ ആക്കുന്ന ആരാണ്, ഈ ബൈലാണ്, പിത്തരസമാണ്. അതുപോലെ തന്നെ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, കൊഴുപ്പിനെ ചെറിയ ചെറിയ കഷ്ണമാക്കി മാറ്റാനും ആര് സഹായിക്കുന്നുണ്ട്, കൊഴുപ്പിൻ്റെ ദഹനത്തിനും പിത്തരസം സഹായിക്കുന്നുണ്ട്, ബൈല് സഹായിക്കുന്നുണ്ട്. ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്, ലിവറാണ്. ഇനി അടുത്തത് പാങ്ക്രിയാസ്, ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയും. പാങ്ക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്ന എൻസൈമിനെ ഉണ്ടാക്കും. അതിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 എൻസൈമുകളാണ് ട്രിപ്സിൻ എന്തിൻ്റെ ദഹനത്തിനാണ്, പ്രോട്ടീൻ. ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസിലാണ് ട്രിപ്സിൻ ഉള്ളത്. അത് പ്രോട്ടീൻ്റെ ദഹനത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ലിപ്പേസ് എന്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നു, ലിപ്പിഡിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നു. ഓക്കെ, സോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മളൊന്ന് റിവൈസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നോക്കുകയാണ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, നമ്മൾ ഈ ലങ്സിലേക്ക് ശ്വാസം എടുക്കുന്നതും എക്സെയിൽ ചെയ്യുന്നതും മാത്രമല്ല റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ അങ്ങനെയാണെന്ന് വിചാരിക്കും. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ എനർജി ഉണ്ടാക്കുന്നതിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിച്ച ഭക്ഷണം ഏറ്റവും ചെറിയ യൂണിറ്റായിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ട് മാറും. C6H12O6 എന്ന് പറയുന്നതാണ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസിൽ നിന്ന് നമുക്ക് എനർജി വേണം, അതായത് ATP. ഇതാണ് കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എനർജി എന്ന് പറയുന്നത്, അല്ലേ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസിൽ നിന്ന് ATP ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയാം. അപ്പോൾ കോശത്തിൽ റെസ്പിറേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നിങ്ങൾ നോക്കുക, ഒരു കോശം നമ്മൾ എടുക്കുകയാണ്.
ആ കോശത്തിലേക്ക് നമ്മളെ ദഹനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്ലൂക്കോസ്, നമ്മൾ ഭക്ഷണം കഴിച്ച് അവസാനം ഡൈജസ്റ്റ് ചെയ്ത് എന്ത് നമുക്ക് കിട്ടും? ഗ്ലൂക്കോസ് കിട്ടും, C6H12O6. ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന 6 കാർബൺ മോളിക്യൂളിനെ ഒരു കോശത്തിൻ്റെ സൈറ്റോപ്ലാസത്തിൽ, കോശദ്രവ്യത്തിൽ വെച്ച് ഒന്ന് ചെറുതാക്കുകയാണ്. അതിനെ എന്ത് രൂപത്തിലേക്കാക്കും? പൈറുവേറ്റ് എന്നാണ് പേര്. ഓർത്ത് വെക്കണേ, പേര് പൈറുവേറ്റ്. പൈറുവേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 കാർബൺ ഉള്ള മോളിക്യൂളാണ്. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ എന്താക്കും? പൈറുവേറ്റ് എന്നുള്ള 3 കാർബൺ മോളിക്യൂളാക്കും. ഇനിയാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ 3 കാർബൺ മോളിക്യൂളിനെ ഓക്സിജൻ്റെ സഹായത്തിൽ, ഇവിടേക്ക് ശ്രദ്ധിക്കുക, ഓക്സിജൻ്റെ സഹായത്തിൽ, നമ്മൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സെൽ ഓർഗനൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഓക്സിജൻ്റെ സഹായത്തിൽ ഈ പൈറുവേറ്റിനെ ഒരു കെമിക്കൽ റിയാക്ഷന് വിധേയമാക്കും. അതിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും? കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജിയും ഊർജവും കിട്ടും. എന്തൊക്കെ കിട്ടും? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, എനർജി. ഇതിനെയാണ് നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. എയറോബിക്, എയറിൻ്റെ സാന്നിധ്യത്തിലാണ് എയറോബിക് റെസ്പിറേഷൻ. ഇനി നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് ഭയങ്കര പേശി വേദനയായിരിക്കും. അതിന് കാരണം എന്താണെന്നറിയോ? അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. ഓക്സിജൻ്റെ സഹായത്തോടെ അല്ലാതെയുള്ള റെസ്പിറേഷൻ. അതായത് നമ്മുടെ മസിൽ സെല്ലുകളിലാണ് ഇത് നടക്കുക. ഓക്സിജൻ്റെ സാന്നിധ്യമില്ലാതെ ഇതേ പൈറുവേറ്റ് എന്ത് സംഭവിക്കും? പൈറുവേറ്റ് ലാക്റ്റിക് ആസിഡായിട്ട് മാറും. ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു 3 കാർബൺ ആയിട്ടുള്ള മോളിക്യൂളാണ്. 3 കാർബണുള്ള മോളിക്യൂളാണ്. ലാക്റ്റിക് ആസിഡും എനർജി ഉണ്ടാവും. ഇതിനെ നമ്മൾ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എന്ന് വിളിക്കും. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എവിടെ സംഭവിക്കുന്നു? നമ്മുടെ പേശി കോശങ്ങളിൽ സംഭവിക്കുന്നു. ഓക്സിജൻ്റെ സഹായമില്ലാതെ പൈറുവേറ്റ് ലാക്റ്റിക് ആസിഡായിട്ട് മാറുന്നു. ലാക്റ്റിക് ആസിഡും എനർജിയും. ഇനി ഈസ്റ്റ് പോലെയുള്ള ഫംഗസ് ഉണ്ട്. അതിലും ഓക്സിജൻ്റെ സഹായമില്ലാതെ ഈ ഈസ്റ്റ് പൈറുവേറ്റിനെ എന്താക്കി മാറ്റും? എഥനോൾ, C2H5OH. എഥനോളും കാർബൺ ഡയോക്സൈഡും ഊർജ്ജവുമാക്കി മാറ്റും. എഥനോൾ ആൽക്കഹോളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എന്ന് പറയും. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന രണ്ടും എന്താണ്? ഓക്സിജൻ്റെ സഹായമില്ലാതെയാണ്. അതുകൊണ്ട് അനേറോബിക് റെസ്പിറേഷൻ. ഇവിടെ നോർമൽ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നതാണ്. ഓക്സിജൻ്റെ സഹായത്തിലാണ്. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് ഇതിനെ വിളിക്കും. ഓക്കെ, ഇതാണ് സെല്ലുലാർ റെസ്പിറേഷൻ. ആദ്യത്തെ പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസം. ബാക്കി എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിലാണ്. ഓക്കെ, യെസ്. ഇനി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമുക്കൊരു നോസ്ട്രിൽസ് ഉണ്ട്, അതായത് നാസാദ്വാരങ്ങൾ. ഇതിലൂടെയാണ് എയർ നമ്മുടെ നേസൽ പാസേജിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ എയർ പോകുന്ന എങ്ങോട്ടേക്കാണ്? ഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. ഫാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണവും എയറും പോകുന്ന കോമൺ പാസേജാണ്. അത് കഴിഞ്ഞ് ലാരിങ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ലാരിങ്സ് ആണ് വോയിസ് ബോക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശബ്ദത്തിന് കാരണം ഇതിലുള്ള വോക്കൽ കോഡ്സിൻ്റെ വൈബ്രേഷനാണ്. ലാരിങ്സ്, വോയിസ് ബോക്സ് എന്ന് വിളിക്കും. ദെൻ അത് കഴിഞ്ഞ് ഒരു സ്ട്രക്ചറിലേക്ക് ആണ് എയർ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കണം, അതിൻ്റെ പേര് ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പ് എന്ന് വിളിക്കും. ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പ്, ഈ ഭാഗം. അതിനുശേഷം ഈ ട്രക്കിയ 2ആയിട്ട് വേർപിരിയും. രണ്ടും ഓരോ ലങ്സിലേക്ക് കയറും. ഇതിനെയാണ് ബ്രോങ്കൈ എന്ന് പറയുന്നത്. 2 ബ്രാഞ്ച്, രണ്ടും ഓരോ ലങ്സിലേക്ക് പോകും. ഈ ബ്രോങ്കൈ പിന്നെയും കുറേ ബ്രാഞ്ചസ് ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ ബ്രോങ്കിയോൾ എന്ന് പറയും. ഈ ബ്രോങ്കിയോൾ ചെന്ന് അവസാനിക്കുന്നത് ചെറിയ ബാഗ് പോലെയുള്ള സ്ട്രക്ചറിലാണ്. അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ആൽവിയോളൈ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് വാതകങ്ങളുടെ വിനിമയം നടക്കുന്നത്. ആൽവിയോളൈ. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൻസ്. ദെൻ ഇവിടെ 2 പ്രോസസ്സ് ഉണ്ട്. ഒന്ന് ഇൻഹലേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ, എക്സൈലേഷൻ ഓർ എക്സ്പിറേഷൻ. ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇൻഹെയിൽ, യോഗ ചെയ്യുന്നവരൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഇൻഹെയിൽ എന്ന് പറഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എക്സൈൽ എന്ന് പറഞ്ഞാൽ ശ്വാസം പുറത്തേക്ക് വിടുക എന്നുള്ള പ്രോസസ്സാണ്. ഇൻഹെയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്? നമ്മുടെ ശ്വാസകോശത്തിനെയും താഴെയുള്ള ഈ ആമാശയം, അബ്ഡോമിനെ വേർതിരിക്കുന്ന ഒരു ടിഷ്യൂ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഈ വേർതിരിക്കുന്ന ഈ ഒരു ടിഷ്യൂവിനെ ഡയഫ്രം എന്ന് വിളിക്കും. നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഡയഫ്രം എന്താ ചെയ്യുക? കോൺട്രാക്റ്റ് ചെയ്യും. ഓർത്ത് വെക്കണം, ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യും. ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഡയഫ്രം ചുരുങ്ങും, കോൺട്രാക്റ്റ് ചെയ്യും. ഇൻഹെയിൽ, കോൺട്രാക്റ്റ്, ഇൻഹെയിൽ, കോൺട്രാക്റ്റ്. ഇൻഹെയിൽ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു ഡയഫ്രം താഴോട്ടേക്ക് മൂവ് ചെയ്യും. അത് ഫ്ലാറ്റായി മാറും, ഫ്ലാറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഈ ശ്വാസകോശം നന്നായിട്ട് വികസിക്കും, ലാർജ് ആവും. അതുകൊണ്ട് തന്നെ എയർ നന്നായിട്ട് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് വരും. അപ്പോൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഡയഫ്രം കോൺട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. ഇനി എക്സെയിൽ, ശ്വാസം വിടുമ്പോൾ ഡയഫ്രം റിലാക്സ് ആവും.
അപ്പോൾ ഡയഫ്രം റിലാക്സ് ആയി കഴിഞ്ഞാൽ അത് നോർമലി എങ്ങനെയാണ് നിൽക്കുക, ഇങ്ങനെ ഒരു എന്താ പറയുക ഡോം മകുടം പോലെ ഇങ്ങനെ ഡോം പോലെ ഇങ്ങനെ നിൽക്കും. ചെസ്റ്റ് ക്യാവിറ്റി അതിൻ്റെ ഫലമായിട്ട് ചെറുതായി പോകും. അതുകൊണ്ട് തന്നെ എയർ പുറത്തേക്ക് പുഷ് ചെയ്യപ്പെടും ലങ്സിൽ നിന്ന് പുഷ് ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ എക്സൈലേഷൻ എന്ന് പറയുന്നത്. യെസ്, നമ്മൾ അടുത്തായിട്ട് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 കിഡ്നീസ് ഉണ്ട്. ആ കിഡ്നീസിൽ നിന്ന് നമുക്ക് എന്തുണ്ട്, യൂറീറ്റർ എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഉണ്ട്. 2 യൂറീറ്റർ. ഈ യൂറീറ്റർ ചെന്ന് അവസാനിക്കുന്നത് യൂറിനറി ബ്ലാഡറിലാണ്. ഈ യൂറിനറി ബ്ലാഡറിലാണ് യൂറിൻ കളക്ട് ചെയ്യുന്നത്. യൂറിൻ നിറഞ്ഞു കഴിഞ്ഞാൽ അത് യൂറീത്ര എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെ പുറത്തേക്ക് പോകും. ഓക്കെ, ദെൻ കിഡ്നിയുടെ ഏറ്റവും ബേസിക് യൂണിറ്റാണ് നിങ്ങളിവിടെ കാണുന്നത് നെഫ്രോൺ എന്ന് വിളിക്കും. നെഫ്രോൺ എന്ന് പറയുന്നതാണ് കിഡ്നിയുടെ ബേസിക് യൂണിറ്റ്. നെഫ്രോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നെഫ്രോണിലേക്ക് കയറുന്ന ബ്ലഡ് വെസലിനെയാണ്, ബ്ലഡ് കാപ്പിലറിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോമറുലസ് എന്ന് വിളിക്കും. ഈ ഗ്ലോമറുലസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു C ഷേപ്പ് ആകൃതിയുള്ള സാധനം ഉണ്ടാവും. അതിനെയാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുക. ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ഇപ്പോൾ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള വേസ്റ്റുകളെ വേർതിരിക്കുന്ന ബേസിക് യൂണിറ്റാണ്, കിഡ്നിയുടെ ബേസിക് യൂണിറ്റാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. യെസ്, ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ C ഷേപ്പുള്ള ആളെയാണ് ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലാണ് എന്നുള്ള ഗ്ലോമറുലസ് ഉള്ളത്. എന്നിട്ട് ഈ ബൊമാൻസ് ക്യാപ്സ്യൂൾ ഇങ്ങനെ ട്യൂബ് പോലെ ഇങ്ങനെ വന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ കലക്റ്റിംഗ് ഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ കലക്റ്റിംഗ് ഡക്റ്റിലാണ് യൂറിൻ കളക്ട് ചെയ്യപ്പെടുന്നത്. എവിടെയാണ്? കലക്റ്റിംഗ് ഡക്റ്റിലാണ്, നെഫ്രോണിൻ്റെ കലക്റ്റിംഗ് ഡക്റ്റിലാണ്. ഓക്കെ, ഇനി നമ്മുടെ കിഡ്നീസിൽ അല്ലെങ്കിൽ നെഫ്രോണിൽ നടക്കുന്ന 3 പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ്. ഒന്ന് ഗ്ലോമറുലാർ ഫിൽട്രേഷനിൽ എന്താ സംഭവിക്കുന്നത്? നൈട്രോജനസ് വേസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് യൂറിയ തന്നെയാണ്. നൈട്രജൻ അടങ്ങിയിട്ടുള്ള വേസ്റ്റ്, ഗ്ലൂക്കോസ്, വാട്ടർ, അമിനോ ആസിഡ്, എക്സസീവ് സാൾട്ട് ഫ്രം ബ്ലഡ് ആർ ഫിൽട്ടേർഡ് ആൻഡ് ഇനീഷ്യൽ ഫിൽട്രേറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ബൊമാൻസ് ക്യാപ്സ്യൂൾ ഓഫ് ദ നെഫ്രോൺ. ആദ്യത്തെ പ്രോസസ്സ് എന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഗ്ലോമറുലസിൽ വെച്ചാണ് നടക്കുന്നത്. യൂറിയ, ഗ്ലൂക്കോസ്, വാട്ടർ, അമിനോ ആസിഡ് അതൊക്കെ ഫിൽട്ടർ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. രണ്ടാമത്തെ പ്രോസസ്സാണ് സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1 കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2 എന്താണ്? സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ. ഇതിൽ തന്നെ ചില യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമുക്കറിയാം. ഗ്ലൂക്കോസ് യൂസ്ഫുൾ ആണ്, അമിനോ ആസിഡ്, സാൾട്ടുകൾ, അതുപോലെ തന്നെ കുറച്ച് വാട്ടർ, മേജർ എമൗണ്ട് ഓഫ് വാട്ടർ. ഇത് ഓൾറെഡി ആ വേസ്റ്റിൻ്റെ കൂടെ ഉണ്ട്. ആ വേസ്റ്റിൽ നിന്ന് ഈ പറഞ്ഞ ഉപയോഗപ്രദമായിട്ടുള്ള ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സാൾട്ട്, അതുപോലെ തന്നെ വാട്ടർ അതിനെ റീഅബ്സോർബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ 3ാമത്തെ സ്റ്റെപ്പാണ് ട്യൂബുലാർ സെക്രീഷൻ. യൂറിയ, എക്സ്ട്രാ വാട്ടർ ആൻഡ് സാൾട്ട്സ് ആർ സെക്രീറ്റഡ് ഇൻ ടു ദ ട്യൂബ്യൂൾ വിച്ച് ഓപ്പൺ ഇൻ ടു ദ കളക്റ്റിംഗ് ഡക്ട് ആൻഡ് ദെൻ ഇൻ ടു ദ യൂറീറ്റർ. അപ്പോൾ യൂറിനായിട്ട് മാറുന്ന പ്രോസസ്സാണ് എന്ത്? ട്യൂബുലാർ സെക്രീഷൻ. യൂറിയ, എക്സ്ട്രാ വാട്ടർ, സാൾട്ട് ഇതൊക്കെ ചേർന്നതാണ് എന്ത്? നമ്മുടെ യൂറിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന എന്താണ്? 3ാമത്തെ സ്റ്റെപ്പാണ് ട്യൂബുലാർ സെക്രീഷൻ. യെസ്, അപ്പോൾ നമ്മൾ ഹ്യൂമൻ ഫിസിയോളജിയിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. പെട്ടെന്നുള്ള ഒരു റിവിഷൻ ആയിരുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലൂടെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. 1ാമത്തെ ചോദ്യം, എ ഡിക്രീസ് ഇൻ ഓക്സിജൻ അവൈലബിലിറ്റി ഇൻ ദ എൻവയോൺമെൻറ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഫസ്റ്റ് ഇമ്പാക്ട് വിച്ച് സ്റ്റെപ്പ് ഓഫ് ദ എറോബിക് റെസ്പിറേഷൻ. നമ്മൾ എറോബിക് റെസ്പിറേഷൻ പറഞ്ഞല്ലോ. എറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന 6 കാർബൺ മോളിക്യൂളിനെ C6H12O6 എന്ന് പറയുന്ന മോളിക്യൂളിനെ സൈറ്റോപ്ലാസത്തിൽ വെച്ച് ചെറുതാക്കി മാറ്റും, പൈറുവേറ്റ് ആക്കി മാറ്റും. പൈറുവേറ്റിന് എത്ര കാർബണേ ഉള്ളൂ? 3 കാർബൺ. ഇതെവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിനെ മുറിക്കുന്ന പ്രോസസ്സ്. ലൈസിസ് എന്ന് പറഞ്ഞാൽ മുറിക്കുക. ഗ്ലൂക്കോസിനെ മുറിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്ലൈക്കോലിസിസ്. അപ്പോൾ ഗ്ലൈക്കോലിസിസ് സംഭവിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് സൈറ്റോപ്ലാസം. തീർന്നില്ല. പൈറുവേറ്റ് അടുത്തായിട്ട് മറ്റൊരു സ്റ്റെപ്പിലേക്ക് പോകും. അതാണ് എന്ത്? ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. ക്രെബ്സ് സൈക്കിൾ എവിടെ വെച്ചിട്ടാണ് നടക്കുക? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് നടക്കുക. ക്രെബ്സ് സൈക്കിൾ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുക. ഒരുപാട് റിയാക്ഷൻ നടക്കുന്ന ഒരു സ്റ്റെപ്പാണ് ക്രെബ്സ് സൈക്കിൾ.
ആ ക്രെബ് സൈക്കിൾ നടക്കുന്ന ഫലമായിട്ട് നമുക്ക് എന്തുണ്ടാവും? ATP ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു കെമിക്കലായിട്ടുള്ള NADPH എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ടാവും. കോശത്തിന് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഊർജ രൂപമാണ് ATP എന്ന് പറയുന്നത്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ലിക്വിഡ് ക്യാഷ് അല്ലെങ്കിൽ ഗൂഗിൾ പേ, ആ ഒരു കാര്യമൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് വിനിമയം ചെയ്യാം. കാര്യങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ നമ്മൾ ആ പൈസയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്ക് ചെക്കാണ് കിട്ടുന്നതെങ്കിൽ ആ ചെക്ക് നമ്മൾ ബാങ്കിൽ പോയി മാറ്റണം അല്ലേ? അതുപോലെ ഇവിടെയുള്ളൊരു ചെക്കാണ് NADPH എന്ന് പറയുന്നത്. ഇത് കോശത്തിന് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ NADPHനെ എന്താക്കി മാറ്റണം? ഈ ചെക്കിനെ പൈസയാക്കി മാറ്റണം, ATP ആക്കി മാറ്റണം. അപ്പോൾ NADPHനെ ATP ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, ETC എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അപ്പോൾ ക്രെബ് സൈക്കിളിൻ്റെ ഫലമായിട്ട് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്ന ക്രെബ് സൈക്കിളിൻ്റെ ഫലമായിട്ട് ATPയും NADPHും ഉണ്ടാവും. NADPHനെ കോശത്തിന് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ എന്താക്കി മാറ്റണം? ATP ആക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ട് ഇയാൾ അതിനെ ETC, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് കടത്തിവിടും. അതിൻ്റെ ഫലമായിട്ട് ബാക്കിയുള്ള NADPHും കൂടി ATP ആയിട്ട് മാറും. പക്ഷേ ഈ ഒരു സ്റ്റെപ്പിന് ഓക്സിജൻ വളരെ ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ ആദ്യം ബാധിക്കാൻ പോകുന്നത് ഈ ഒരു പ്രോസസ്സിനെ ആയിരിക്കും, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അപ്പോൾ ഡിക്രീസ് ഇൻ ഓക്സിജൻ അവൈലബിലിറ്റി, ഓക്സിജൻ്റെ ലഭ്യതക്കുറവ് ഏത് പ്രോസസ്സിനെയാണ് ആദ്യം ഇമ്പാക്റ്റ് ചെയ്യാൻ, ആദ്യം പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനെയാണ്. ഓപ്ഷൻ എ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനെയാണ് ആദ്യം അത് പ്രതിഫലിക്കാൻ പോകുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഡയറക്ട്ലി കൺട്രോൾസ് ദ മൂവ്മെൻറ്റ് ഓഫ് വോളണ്ടറി മസിൽ? വോളണ്ടറി എന്ന് പറഞ്ഞാൽ ഐച്ഛികമായിട്ടുള്ള, വോളണ്ടറി മസിൽസ്, ഐച്ഛികമായിട്ടുള്ള ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മോട്ടോർ ഏരിയ. നമ്മൾ മോട്ടോർ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഈ ചലിക്കുന്ന ഭാഗമായിരിക്കും അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മോട്ടോർ. ചലനത്തിന് സഹായിക്കുന്ന എന്താണ്? മോട്ടോർ ഏരിയ ആണ് വോളണ്ടറി മസിൽസിൻ്റെ ചലനത്തിന് ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, മോട്ടോർ വോളണ്ടറി മസിൽസ്. ദെൻ ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ലോങ്വിറ്റി പീരീഡ് ഓഫ് എഗ് ഇൻ ഫല്ലോപ്പിയൻ ട്യൂബ് ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് ഫെർട്ടിലൈസേഷൻ ഇൻ ഹ്യൂമൻ ഫീമെയിൽസ്? പുനരുൽപാദനത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓവം, അണ്ഡകോശവും ബീജകോശവും ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഫെർട്ടിലൈസേഷൻ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഫല്ലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. ഫല്ലോപ്പിയൻ ട്യൂബ്. അപ്പോൾ ഫല്ലോപ്പിയൻ ട്യൂബിലെ എഗ്ഗിൻ്റെ ലോങ്വിറ്റി എത്രയാണ്? എത്ര കാലത്തോളം അത് ആക്റ്റീവായിട്ട് നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. ഫല്ലോപ്പിയൻ ട്യൂബ് 12 മുതൽ 24 മണിക്കൂർ എന്നുള്ളതാണ് അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം. 12 മുതൽ 24 മണിക്കൂറാണ് ഈ എഗ്ഗിൻ്റെ ലോങ്വിറ്റി ഇവിടെ ഫല്ലോപ്പിയൻ ട്യൂബിൽ. അപ്പം നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, 1 to 2 days എന്നുള്ളതാണ് ലോങ്വിറ്റി, 12 to 24 മണിക്കൂർ. Then, which of the following types of human muscles show alternate light and dark bands when stained appropriately? അപ്പോൾ ഏത് മസിലിനാണ് ഇങ്ങനെ ബാൻഡുകൾ കാണുന്നത്? ഞാൻ പറഞ്ഞു സ്ട്രയേഷൻസ് അല്ലേ, ഇതിനെ നമ്മൾ സ്ട്രയേഷൻസ് ആണ് പറയുക. സ്ട്രയേറ്റഡ് മസിൽ എന്ന് വിളിക്കുന്ന ആരെയാണ്? സ്കെലറ്റൽ മസിലിനെയാണ് സ്ട്രയേറ്റഡ് മസിൽ എന്ന് വിളിക്കുക. ഓപ്ഷൻ എ. റീഡ് അസേർഷൻ ആൻഡ് റീസൺ. The onset of puberty in females occur earlier than in males, but both attain their final height by 18 to 20 years of age. Although puberty begins later in males, their growth spurt is more rapid than in females എന്ന് പറയുന്നതാണ് ഈ ഒരു അസേർഷൻ റീസൺ ചോദ്യം. അസേർഷൻ ഒന്ന് വായിച്ചു നോക്കാം, ഒന്നുകൂടി നമുക്ക് അസേർഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. അസേർഷൻ പറയുന്ന കാര്യം എന്താ? ദ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി, പ്രായപൂർത്തിയാകുന്നത് ഫീമെയിൽസിൽ മെയിൽസിനേക്കാൾ, ആൺകുട്ടികളിലേക്കാൾ നേരത്തെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ബട്ട് ബോത്ത് അറ്റൈൻ ഫൈനൽ ഹൈറ്റ് അല്ലെങ്കിൽ ഫൈനൽ ഗ്രോത്ത് ഏകദേശം 18 മുതൽ 20 വയസ്സിനുള്ളിൽ തന്നെ സംഭവിക്കും. രണ്ടാമത്തെ റീസൺ എന്താണ്? പ്യൂബർട്ടി
മെയിൽസിൽ പതുക്കെയാണ് സംഭവിക്കുകയെങ്കിലും അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെട്ടെന്നായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസേർഷൻ ശരിയാണ്, അതുപോലെ തന്നെ റീസൺ ശരിയാണ്. അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. ആൻഡ് റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓപ്ഷൻ എ. രണ്ട് കാര്യങ്ങളും ശരിയാണ്. ഓക്കെ. ഫീമെയിൽസിലാണ് പെട്ടെന്ന് പ്യൂബേർട്ടി സംഭവിക്കുന്നത് എങ്കിലും പെട്ടെന്നുള്ള ഗ്രോത്ത് സ്പേർട്ട്, പെട്ടെന്നുള്ള ഗ്രോത്ത് ആരിലാണ്? ആൺകുട്ടികളിലാണ് കാണുന്നത്. രണ്ടും ശരിയാണ്. റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. റിഫ്ലക്സ് ആർക്ക് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസപ്റ്റർ, അതിൻ്റെ ഒരു പാത്ത് ഞാൻ ഇവിടെ കാണിക്കാം. റിസപ്റ്റർ നേരെ സ്പൈനൽ കോഡിലേക്ക് പോകും. സ്പൈനൽ കോഡ്, സുഷുമ്നാ നാഡി. സ്പൈനൽ കോഡിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ മോട്ടോർ ന്യൂറോണിലേക്ക് വരും. അത് നേരെ മസിലിലേക്ക് പോകും. ഇതാണ് അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. റിഫ്ലക്സ് ആർക്കിൻ്റെ പാത്താണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. റിസപ്റ്ററിൽ നിന്ന് സിഗ്നൽ എങ്ങോട്ടേക്ക് പോകും? സുഷുമ്നാ നാഡി. സ്പൈനൽ കോഡാണ്, ബ്രെയിൻ അല്ല, സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡിൽ നിന്ന് മോട്ടോർ ന്യൂറോൺ, എന്നിട്ട് മസിലിലേക്ക്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി. ഇതാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഇൻസൈഡ് ദ ലങ്സ് റാപ്പിഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ എയർ ആൻഡ് ദ ബ്ലഡ്. വിച്ച് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ? ലങ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ആൽവിയോളയിൽ ഏത് ടിഷ്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞു? സിമ്പിൾ സ്ക്വാമസ് അല്ലേ? സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. ഓപ്ഷൻ സി, സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സ്മൂത്ത് മസിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആന്തരിക അവയവങ്ങൾ, ഇൻറ്റേർണൽ ഓർഗൻസ് കവർ ചെയ്തിരിക്കുന്ന മസിൽസാണ് സ്മൂത്ത് മസിൽ. ദേ കൺട്രോൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്. ശരിയാണ്. ദേ ഹാവ് സ്ട്രയേഷൻസ്. തെറ്റാണ്. ഈ സ്മൂത്ത് മസിൽ എടുത്തു കഴിഞ്ഞാൽ അവരിൽ ഇങ്ങനെ വരകളൊന്നും കാണാൻ പറ്റില്ല. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പിന്നെ നോക്കേണ്ട കാര്യമില്ല. നോട്ട് ട്രൂ എന്താണ്? ദേ ഹാവ് സ്ട്രയേഷൻസ് എന്നുള്ളതാണ്. ഇൻ ദ കണക്റ്റീവ് ടിഷ്യൂ ഓഫ് ആനിമൽ ദ ഫാറ്റ് സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ടു ലോബ്യൂൾസ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ പാർട്ടീഷൻസ്. നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ ഫൈബറുകൾ കാണാൻ പറ്റും. ഫൈബറുകൾ കാണാൻ പറ്റും. നമ്മൾ മെട്രിക്സ് എന്ന് പറഞ്ഞില്ലേ, അതെന്ത് ഫൈബേഴ്സ് ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളാജൻ അല്ലെങ്കിൽ ഇലാസ്റ്റിൻ എന്നൊക്കെ വിളിക്കുന്ന ഫൈബേഴ്സാണ്. കൊളാജൻ അതുപോലെ തന്നെ ഇലാസ്റ്റിൻ ഫൈബേഴ്സാണ് ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. കൊളാജൻ അല്ലെങ്കിൽ ഇലാസ്റ്റിൻ ഫൈബേഴ്സ്. ഓപ്ഷൻ എ. ഓർത്ത് വെക്കുക, കണക്റ്റീവ് ടിഷ്യൂവിലുള്ള ഫൈബറാണ് കൊളാജൻ അല്ലെങ്കിൽ ഇലാസ്റ്റിൻ ഫൈബർ. If the power of accommodation of a normal human eye is maximum, which of the following is correct for ciliary muscle? നമ്മുടെ ലെൻസിനെ, കണ്ണിൻ്റെ ലെൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസിനെയാണ് നമ്മൾ സിലിയറി മസിൽസ് എന്ന് പറയുന്നത്. പവർ ഓഫ് അക്കോമഡേഷൻ മാക്സിമം ആണെങ്കിൽ ഈ സിലിയറി മസിൽസ് എന്ത് ചെയ്യും? ഫുള്ളി കോൺട്രാക്റ്റഡ് ആയിരിക്കും. ഫുള്ളി കോൺട്രാക്റ്റഡ്. അതിൻ്റെ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കംപ്ലീറ്റ് ആയിരിക്കും. ഫുള്ളി കോൺട്രാക്റ്റഡ്. പവർ ഓഫ് അക്കോമഡേഷൻ മാക്സിമം ആണെങ്കിൽ സിലിയറി മസിൽസ് എങ്ങനെയായിരിക്കും? ഫുള്ളി കോൺട്രാക്റ്റഡ് ആണ്. അപ്പോൾ എന്താവും? ഈ ലെൻസിൻ്റെ തിക്നെസ് കൂടും. നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൻ്റെ തിക്നെസ് കൂടും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതാണ് പവർ ഓഫ് അക്കോമഡേഷൻ മാക്സിമം എന്ന് പറയുന്നത്. ഫുള്ളി കോൺട്രാക്റ്റഡ്. വാട്ട് മേക്സ് കാർട്ടിലേജ് മോർ ഫ്ലെക്സിബിൾ ദാൻ ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി? കാർട്ടിലേജ് എന്ന് പറയുന്നത് നമ്മുടെ ചെവിയിലും മൂക്കിൻ്റെ അറ്റത്തൊക്കെ ആയിട്ട് കാണുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് കാർട്ടിലേജ്. ഇത് എല്ലുകളെക്കാളും ഫ്ലെക്സിബിൾ ആവാൻ കാരണം എന്താ? ഇറ്റ് കണ്ടെയ്ൻസ് ഫ്ലൂയിഡ് ലൈക്ക് മെട്രിക്സ്. ഫ്ലൂയിഡ് പോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് ഉള്ളതെങ്കിൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും അയാൾ. എല്ലുകളിൽ എന്താണ്? കട്ടിയുള്ള മെട്രിക്സ് ആണ്, സോളിഡ് ആയിട്ടുള്ള ഖരരൂപത്തിലുള്ള മെട്രിക്സ് ആണ്. അതുകൊണ്ടാണ് കട്ടി കൂടിയിരിക്കുന്നത്. പക്ഷേ കാർട്ടിലേജ് അങ്ങനെയല്ല, ഫ്ലൂയിഡ് പോലെയാണ്. ഓക്കെ, യെസ്, ഇറ്റ് കണ്ടെയ്ൻസ് എ ഫ്ലൂയിഡ് ലൈക്ക് മെട്രിക്സ്. ഹൗ ലോങ് ഡസ് എൻ അൺഫെർട്ടിലൈസ്ഡ് എഗ് ടിപ്പിക്കലി സർവൈവ്? നമ്മൾ പറഞ്ഞു മാക്സിമം 2 days, 1 to 2 days എന്നുള്ളതാണ്. 24 മണിക്കൂറാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ അയാൾക്ക് നിൽക്കാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ആ കാര്യം ഡിസ്കസ് ചെയ്തു. ഒരു ചോദ്യം അവിടെ വന്നതാണ്. അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ വയബിലിറ്റി അല്ലെങ്കിൽ
അതിന് ആക്റ്റീവായിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ നിൽക്കാൻ പറ്റുന്ന സമയം അതാണ് ചോദിച്ചിരിക്കുന്നത്, 24 മണിക്കൂർ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ 2 തവണയായിട്ട് 2 ഷിഫ്റ്റുകളിലായിട്ട് ഇതേ കൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധയോടെ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ എപ്പിത്തീലിയൽ ടിഷ്യൂ ഫോമിംഗ് ലൈനിങ് ഓഫ് കിഡ്നി ട്യൂബ്യൂൾസ് ആൻഡ് സലൈവറി ഗ്ലാൻഡ് ഡക്റ്റ്. ഈ ചോദ്യം നിങ്ങൾ കിഡ്നി ട്യൂബ്യൂൾ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ? ട്യൂബ്യൂൾ എന്ന് കാണുമ്പോൾ തന്നെ ഓർമ്മ വന്നിട്ട് ക്യൂബ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്യൂബ്, ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഓപ്ഷൻ സി ക്യൂബോയിഡൽ. കോളംനാർ എവിടെയാണ്? കുടലിൽ. കോളംനാർ കുടൽ. ക്യൂബ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് അഡ്രിനാലിൻ ഈസ് ഇൻകറക്റ്റ്? അഡ്രിനാലിൻ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഹോർമോണാണ്. ശരീരത്തിലെ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പട്ടിയൊക്കെ ഓടിക്കാൻ വന്നാൽ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് ഹോർമോണാണ് അഡ്രിനാലിൻ. അപ്പോൾ ഈ അഡ്രിനാലിൻ ശരീരത്തിൽ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന ഒരുപാട് റെസ്പോൺസുകളുണ്ട്. അത് ഉണ്ടാക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബ്ലഡ് സപ്ലൈ അയാൾ എന്ത് ചെയ്യും? കുറച്ച് കളയും. ബ്ലഡ് സപ്ലൈ കുറയ്ക്കും. എങ്ങോട്ടേക്കുള്ള? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കും. ആൻഡ് ഡയറക്റ്റ് ടുവാർഡ്സ് സ്കെലറ്റൽ മസിൽ. ആ ഒരു ബ്ലഡിനെയും കൂടി എങ്ങോട്ടേക്ക്? സ്കെലറ്റൽ മസിൽസിലേക്ക് കൊണ്ടുപോകും. കാര്യം നമുക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടണം, ഒരു എമർജൻസി സിറ്റുവേഷനാണ്. അതുകൊണ്ട് കൂടുതൽ ബ്ലഡ് എങ്ങോട്ടേക്ക് പോകണം? പേശികളിലേക്ക് പോകണം, ഓടിപ്പോകണം. അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് പകരം സ്കെലറ്റൽ മസിൽസിലേക്ക് പോകും. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് കൂട്ടും, ബ്രീത്തിങ് റേറ്റ് കൂട്ടും, സപ്ലൈ മോർ ഓക്സിജൻ, മസിലിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് ഡൈജഷൻ ബൈ ഇൻക്രീസിങ് ബ്ലഡ് ഫ്ലോ ടു ദ സ്റ്റൊമക്ക്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റൊമക്കിലേക്കല്ല, അവിടെ ഇപ്പോൾ ദഹനമല്ല നടക്കേണ്ടത്, മസിൽസിലേക്ക് കൂടുതൽ ബ്ലഡ് പോകണം, നമുക്ക് ഓടാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള റെസ്പോൺസാണ് ഇയാൾ ഉണ്ടാക്കുക. ഓപ്ഷൻ എ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോണാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സി ശരിയാണ്, ഡി ശരിയാണ്. The process by which the developing embryo gets associated with the lining of uterus. ഗർഭപാത്രത്തിൻ്റെ ലൈനിങ്ങുമായിട്ട് ഈ ഒരു എംബ്രിയോ എന്ന് പറഞ്ഞാൽ എന്താ? ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രോസസ്സിൽ ഈ ഓവവും അണ്ഡകോശവും ബീജകോശവും ഒന്ന് ചേർന്ന് അതൊരു ഒറ്റ കോശമായിട്ട് മാറുന്നുണ്ട്. സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയും. സൈഗോട്ടിന് ഡിവിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭ്രൂണമായിട്ട് മാറും. എംബ്രിയോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കോശങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ഈ എംബ്രിയോ ചെന്ന് ഗർഭപാത്രത്തിൻ്റെ വാളിൽ ഒട്ടിപ്പിടിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. എന്ത് വിളിക്കും? ഇംപ്ലാന്റേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓപ്ഷൻ എ ഇംപ്ലാന്റേഷൻ. ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വളർച്ച, മെഗാ ആവും അല്ലേ? മെഗാ എന്ന് പറഞ്ഞാൽ വലുതാണ്. അക്രോമെഗല്ലി എന്നാണ് പറയുക. അക്രോമെഗല്ലി. ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ അക്രോമെഗല്ലിക്ക് കാരണമാവും. എ പേഷ്യൻ്റ് ഈസ് അൺഏബിൾ ടു മൂവ് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് ബട്ട് ബ്രെയിൻ സ്കാൻസ് ഷോ നോ ഡാമേജ്. വിച്ച് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി എഫക്റ്റഡ്? അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ്, ഇടത്തെ കൈ അദ്ദേഹത്തിന് അനക്കാൻ പറ്റുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ ബ്രെയിനിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പം എവിടെയാണ് പ്രശ്നം, എവിടെ ആയിരിക്കാം പ്രശ്നം എന്നുള്ള രീതിയിലാണ്. നല്ലൊരു ചോദ്യമാണ്, ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചിട്ടുള്ള നല്ലൊരു ചോദ്യമാണ്. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? പെരിഫറൽ നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റം 2 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ബ്രെയിനും ഉണ്ട്, സ്പൈനൽ കോഡും ഉണ്ട്. ഇവന്മാരാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ എടുത്ത തീരുമാനങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന നാഡീ ഞരമ്പുകളുടെ സിസ്റ്റത്തെയാണ് നമ്മൾ പെരിഫറൽ. അപ്പോൾ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുണ്ട്. അതിനെയാണ് നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിനിന് നേരിട്ട് പ്രശ്നമൊന്നും കാണുന്നില്ലെങ്കിൽ
പ്രശ്നം എവിടെ ആവാനാണ് സാധ്യത? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനാവാനാണ് സാധ്യത. ഓക്കെ, പെരിഫറൽ നെർവസ് സിസ്റ്റം, ഓപ്ഷൻ സി. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഡു എപ്പിത്തീലിയൽ ഹാവ് സിലിയ? സിലിയ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ബ്രഷ് പോലുള്ള, നാര് പോലെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ സിലിയ എന്ന് പറയുന്നത്. ഇപ്പോൾ സിലിയ എന്ത് ചെയ്യും? മൂവ്മെൻറ്റിനെ സഹായിക്കും, വസ്തുക്കളുടെ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് എവിടെ ആവാനാണ് ചാൻസ് കൂടുതൽ? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്. ഈ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഡസ്റ്റ്, പൊടിപടലങ്ങളെയൊക്കെ നമുക്ക് അകറ്റി മാറ്റണം അല്ലേ? അതിന് ഈ സിലിയ ഉണ്ടെങ്കിൽ ഒരുപാട് ഉപകാരമായിരിക്കും. അപ്പോൾ എവിടെയാണ് കാണുക? സിലിയേറ്റഡ് എപ്പിത്തീലിയം, സിലിയ ഉള്ള, ഈ നാര് പോലെയുള്ള സിലിയ ഉള്ള എവിടെയാണ്? റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ്, റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ്. അടുത്ത ചോദ്യം, ഡ്യൂറിങ് നെർവ് ഇമ്പൾസ് transmission, neurotransmitters are released from one neuron and received by another. Which part of the neuron are primarily involved in this chemical communication? Okay, അപ്പോൾ നമുക്കറിയാം ഒരു നെർവ് അവസാനിക്കുന്നത് എന്താണ്? ആക്സോണിൻ്റെ ടെർമിനലാണ്. ആക്സോണിൻ്റെ അറ്റത്തായിട്ടാണ് ഒരു നെർവ് സിഗ്നൽ അവസാനിക്കുന്നത്. ഇതൊരു സ്പേസിലേക്ക് പോകും. ഇതിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ഈ സിനാപ്സിൽ നിന്ന് അടുത്ത ന്യൂറോണിൻ്റെ തുടക്ക ഭാഗം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെൻഡ്രൈറ്റ് എന്ന് പറയുക. ഈ ബ്രാഞ്ചിനെയാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് ഓഫ് അനദർ, അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് ഈ ഒരു മെസ്സേജ് പോകും. ആക്സോൺ ടെർമിനൽ നിന്ന് ഡെൻഡ്രൈറ്റ് ഓഫ് അനദർ ന്യൂറോൺ, ആക്സോൺ ടെർമിനൽ ടു ഡെൻഡ്രൈറ്റ് ഓഫ് അനദർ ന്യൂറോൺ, ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പെർഫോംഡ് ബൈ പ്ലാസൻഡ? പ്ലാസൻഡ എന്ന് പറയുന്നത് എന്താ? ഗർഭപാത്രത്തിലുള്ള ഒരു ടിഷ്യൂ ആണ്. ഈ ഗർഭപാത്രത്തിലുള്ള ടിഷ്യൂ ആണ് ഈ കുഞ്ഞിൽ നിന്ന് അമ്മയിലേക്കും, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കുമുള്ള ഓക്സിജൻ്റെയും ബ്ലഡിൻ്റെയും ഒക്കെ ഒരു ട്രാൻസ്പോർട്ട് നടത്തുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുക, പ്ലാസൻ്റയുടെ ജോലി അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാസൻ്റയ്ക്ക് ഒരുപാട് ജോലിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസിനെയും എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുഞ്ഞ് ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും വേസ്റ്റിനെയും കളയുക എന്നുള്ളതും ഈ പ്ലാസൻ്റയുടെ പ്രധാനപ്പെട്ട ജോലിയാണ്. പക്ഷേ ഇയാൾ എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല? ഇയാളൊരു ഗ്രന്ഥിയല്ല. അതുകൊണ്ട് തന്നെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ, ഓക്സിറ്റോസിൻ ഒരു ഹോർമോണാണ്, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. പ്ലാസൻ്റയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത്? ഇൻകറക്റ്റ്. ഓക്കെ, യെസ്. ഇനി പ്ലാസൻ്റ മറ്റ് ചില കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഹോർമോണുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോണുണ്ട്, HCG. അതാണ് ഇവിടെ ഓപ്ഷൻ എയിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ഉത്തരം. പ്രൊഡ്യൂസ് ഹോർമോൺ ടു സപ്പോർട്ട് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനുള്ള ചില ഹോർമോണാണ് HCG എന്ന് പറയുന്നത്. പക്ഷേ ഇയാൾ എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല? ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആർക്കും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല? പ്ലാസൻ്റയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഓപ്ഷൻ ബി. ഡ്യൂറിങ് ദ ബർത്ത് ഓവറീസ് ഓഫ് എ ഗേൾ ചൈൽഡ് മേ കണ്ടെയ്ൻ. ബർത്ത് സമയത്ത്, കുഞ്ഞ് ജനിക്കുന്ന ടൈമിൽ ഒരു പെൺകുഞ്ഞാണെങ്കിൽ കുഞ്ഞിൻ്റെ ഓവറിക്കകത്തായിട്ട് ഒരുപാട് ഇമ്മെച്യൂർ ആയിട്ടുള്ള എന്തുണ്ടാവും? എക്സ് ഉണ്ടാവും. ഇതെപ്പോഴാണ് മെച്യൂർ ആവുക? പ്യൂബേർട്ടി സമയം ആകുമ്പോഴേക്കായിരിക്കും, 12-13 വയസ്സാകുമ്പോഴേക്കായിരിക്കും മെച്യൂർ ആവുക. അപ്പോൾ തുടക്കത്തിൽ ബർത്ത് ടൈമിൽ എന്തായിരിക്കും? ഈ പെൺകുഞ്ഞിൻ്റെ ഓവറിയിൽ ഇമ്മെച്യൂർ ആയിട്ടുള്ള, മെച്യൂർഡ് അല്ലാത്ത എഗ്ഗുകളാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് കണക്റ്റീവ് ടിഷ്യൂ ഈസ് നോൺ ഫോർ സപ്പോർട്ടിങ് ഇൻറ്റേർണൽ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിന് ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഗ്യാപ്പ് ഫില്ലിംഗ് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താ? ഏരിയോളാർ ടിഷ്യൂ എന്ന് പറഞ്ഞു. ഏരിയോളാർ ടിഷ്യൂ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഏരിയോളാർ ടിഷ്യൂ എന്ത് ചെയ്യും? ഈ ഗ്യാപ്പ് ഫില്ലിംഗ് പ്രവൃത്തി കാണിക്കുന്ന ഒരു ടിഷ്യൂ ആണ് ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ആ ടിഷ്യൂസിൽ, ആനുവൽ ടിഷ്യൂസിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സോ വിച്ച് കണക്റ്റീവ് ടിഷ്യൂ ഈസ് നോൺ ഫോർ സപ്പോർട്ടിങ് ഇൻറ്റേർണൽ ഓർഗൻസ്? ഏരിയോളാർ ടിഷ്യൂ. അടുത്ത ചോദ്യം. The dash helps in the movement of mucus along the lining.
ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ മൂവ്മെൻ്റ് ഉണ്ട്. മൂവ്മെൻറ്റ് വേണമെങ്കിൽ അവിടെ എന്ത് വേണം? സിലിയ വേണം. നാര് പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ നാരിൻ്റെ മേലെ കൂടെ വസ്തുക്കൾക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മൂവ്മെൻറ്റ് എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓർത്ത് നോക്കുക, സിലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം, സിലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം, മൂവ്മെൻറ്റ്, സിലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം. വിച്ച് പ്രോട്ടീൻസ് ആർ എസെൻഷ്യൽ ഫോർ മസിൽ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ? ഏത് പ്രോട്ടീനുകളാണ് മസിലിൻ്റെ കോൺട്രാക്ഷൻ, നമ്മുടെ പേശികൾ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ചുരുങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ വികസിക്കുന്നുണ്ട്. ഏത് പ്രോട്ടീനുകളാണ് ഈ ഒരു ചുരുങ്ങുന്നതിനെയും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുന്നതിനെയും സഹായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ. ആക്റ്റിൻ എന്നും മയോസിൻ എന്നൊക്കെ വിളിക്കുന്ന പ്രോട്ടീൻസ് ആണ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്. അതാണ് സഹായിക്കുന്ന ഓപ്ഷൻ ഡി. ആക്റ്റിൻ ആൻഡ് മയോസിൻ, കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്. When a person touches a hot object, ചൂടുള്ള വസ്തു തൊട്ട് കഴിഞ്ഞാൽ there is a delay in the muscle response. Which part of the nervous tissue is directly responsible for carrying the nerve impulse to the muscle to bring a quick movement? എന്താണ് ഈ റിസപ്റ്റർ ഉള്ളത്? നെർവിൻ്റെ റിസപ്റ്റർ സിഗ്നൽ റിസീവ് ചെയ്യുന്ന എവിടെയാണ്? തുടക്കത്തിലാണ്. ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കും അല്ലേ? ഡെൻഡ്രൈറ്റ്, ഓപ്ഷൻ സി, ഡെൻഡ്രൈറ്റ്. In which part of the neuron is the first electrical impulse created? എവിടെയാണ്? ഡെൻഡ്രൈറ്റിലാണ്, ഓപ്ഷൻ ഡി, ഡെൻഡ്രൈറ്റ്. The alveoli are surrounded by an extensive network of capillaries. ഏറ്റവും നേരിയ രക്തക്കുഴലുകളായിട്ടുള്ള കാപ്പിലറീസ് കൊണ്ടാണ് alveoli നിറഞ്ഞിരിക്കുന്നത്. With the exchange of gases takes place. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സ്ചേഞ്ച് ഇവിടെ വെച്ച് സംഭവിക്കുന്നു. alveoli കാപ്പിലറീസ് വെച്ച് കവർ ചെയ്തിരിക്കുന്നു. ആസ്മ എന്ന് പറയുന്ന രോഗം ഏത് ഭാഗത്തെയാണ്? ശ്വാസകോശത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്? ആസ്മ നമുക്ക് പരിചയമുള്ള ഒരു രോഗം തന്നെയാണ്. നമുക്കറിയുന്ന ആരെങ്കിലുമൊക്കെ തന്നെ ഒരു ആസ്മ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ആസ്മ ശ്വാസകോശത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. ബ്രോങ്കൈനെയും ബ്രോങ്കിയോൾസിനെയുമാണ് ഈ ആസ്മ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത്. ഓപ്ഷൻ ബി, ബ്രോങ്കി ആൻഡ് ബ്രോങ്കിയോൾസ്. എ വുമൺ യൂസിങ് കോപ്പർ ടീ കംപ്ലൈൻസ് ഓഫ് അബ്ഡോമിനൽ പെയിൻ ആൻഡ് ഡിസ്കംഫേർട്ട്. വാട്ട് ഈസ് ദ ലൈക്ലി റീസൺ? കോപ്പർ ടീ എന്ന് പറയുന്നത് യൂട്രസിലേക്ക്, ഗർഭപാത്രത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഡിവൈസാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? യൂട്രൈൻ ഇറിറ്റേഷൻ ആയിരിക്കും വരിക. ഗർഭപാത്രത്തിൽ ഇൻസേർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് ഗർഭപാത്രത്തിന് ഇറിറ്റേഷൻ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഔട്ട്കം ഓഫ് ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് എന്താ ഔട്ട്കം അല്ലാത്തത്? എഗ് ഫോർമേഷൻ എന്ന് പറയുന്ന ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ടല്ല. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എഗ്ഗും അതുപോലെ തന്നെ സ്പേമും ജോയിൻ ചെയ്യുന്നതാണ്. എഗ് ഫോർമേഷൻ ഫെർട്ടിലൈസേഷൻ്റെ ഒരു ഔട്ട്കം അല്ല. പ്ലാസൻഡ, സൈഗോട്ട്, എംബ്രിയോ അതൊക്കെ ഫെർട്ടിലൈസേഷന് ശേഷം സംഭവിക്കുന്നതാണ്. പക്ഷേ എഗ് ഫോർമേഷൻ അങ്ങനെയല്ല, അതിന് മുന്നേ സംഭവിക്കുന്നതാണ്. ബിഫോർ പ്രോസസ്സാണ്. ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഈസ് ഇൻകറക്റ്റ്? സെൽസ് ആർ എംബഡഡ് ഇൻ എൻ ഇൻ്റർസെല്ലുലാർ മെട്രിക്സ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബ്ലഡ് ഈസ് എ ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ശരിയാണ്. മെട്രിക്സ് മേ ബി ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ്, ഡെൻസ് ഓർ റിജിഡ്. ശരിയാണ്. സെൽസ് ആർ ടൈറ്റ്ലി അറേഞ്ച്ഡ്. സെല്ലുകൾ ടൈറ്റായിട്ട് അറേഞ്ച് ചെയ്തതല്ല, ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. സെൽസ് ആർ ലൂസ്ലി അറേഞ്ച്ഡ്. നമ്മൾ പഠിച്ചതാണ് ആ ഒരു കാര്യം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പ്ലാസ്മ ഇൻ ഹ്യൂമൻ ബ്ലഡ്? നമ്മുടെ രക്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബ്ലഡ് പ്ലാസ്മ. ലിക്വിഡ് പോർഷനാണ് ബ്ലഡ് പ്ലാസ്മ എന്ന് പറയുന്നത്. ബ്ലഡ് പ്ലാസ്മയുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാരീസ് ഓക്സിജൻ ഫ്രം ലങ്സ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. അത് അയാളല്ല ചെയ്യുന്നത്. ആരാണ്? നമ്മുടെ RBC, ചുവന്ന രക്താണുക്കളാണ് ചെയ്യുന്നത്. ഇറ്റ് മെയിൻറ്റെയിൻസ് ഓക്സിജൻ റിച്ച് ബ്ലഡ് സപ്ലൈ ടു ടിഷ്യൂ. അല്ല, അതും അയാളുടെ ജോലിയല്ല. ഇറ്റ് ട്രാൻസ്പോർട്ട് ഫുഡ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽ. ഇതാണ് പ്ലാസ്മയുടെ യഥാർത്ഥത്തിലുള്ള ജോലി. ഇറ്റ് ട്രാൻസ്പോർട്ട് ഫുഡ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈക്കോളജിക്കൽ ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് സെക്ഷൽ മെച്യൂരിറ്റി? സെക്ഷൽ മെച്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിക്കൽ, മാനസികമായിട്ടുള്ളൊരു മാറ്റം എന്താണ്?
നമുക്കറിയാം അഡോളസൻസ് പീരീഡിലൊക്കെ എന്താ ഉണ്ടാവുക, മൂഡ് സ്വിങ്സ്, അതുപോലെ തന്നെ ഡിസയർ ഓഫ് ഒറ്റയ്ക്കാവാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസയർ, അതൊക്കെ അഡോളസൻസിൽ ഉണ്ടാകുന്നതാണ്. ഓപ്ഷൻ ബി, ഡിസയർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് മൂഡ് സ്വിങ്സ്. Which of the following facilitates the communication between central nervous system and other part? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയും ബാക്കിയുള്ള ഭാഗങ്ങളെയും കണക്ട് ചെയ്യുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓപ്ഷൻ ഡി, പെരിഫറൽ നെർവസ് സിസ്റ്റം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് സെമിനൽ വെസിക്കിൾ ഇൻ ദ ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉള്ള പ്രധാനപ്പെട്ട രണ്ട് ഗ്ലാൻഡുകളാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും സെമിനൽ വെസിക്കിളും. ഇത് ഈ സ്പേമിന്, ബീജകോശങ്ങൾക്ക് ന്യൂട്രീഷൻ കൊടുക്കാനുള്ള ചില ഫ്ലൂയിഡുകളെ സെക്രീറ്റ് ചെയ്യും. ടു പ്രൊവൈഡ് ഫ്ലൂയിഡ്സ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് സ്പേം. ടു പ്രൊവൈഡ് ഫ്ലൂയിഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് സ്പേം. ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് എനേബിൾ മസ്കുലർ ടിഷ്യൂ ടു പ്രൊഡ്യൂസ് മൂവ്മെൻറ്റ് ഇൻ ആനിമൽസ്? ഓക്കെ, മൂവ്മെൻറ്റിന് കാരണം എന്താണ്? പ്രസൻസ് ഓഫ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ. അതാണ് മൂവ്മെൻറ്റിന് കാരണമായിട്ട് വരുന്നത്. When a person looks at nearby object, ciliary muscle, അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോൺട്രാക്റ്റ് ചെയ്യും. സിലിയറി മസിൽ കോൺട്രാക്റ്റ് ചെയ്യും ആൻഡ് മേക്ക് ദ ലെൻസ് തിക്കർ. ഓപ്ഷൻ എ. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സിലിയറി മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്റ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? തിക്കാവും. ലെൻസ് എന്താവും? കോൺട്രാക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് തിക്കാവുകയാണ് ചെയ്യുന്നത്. Which of the following correctly describes the sequence of events leading to muscle movement? Nerve impulse, muscle protein response, muscle contraction. Okay, nerve impulse, muscle protein response, muscle contraction. ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്, മസിലുമായിട്ട് ബന്ധപ്പെട്ട സീക്വൻസ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which type of epithelial tissue is found in the lining of kidney tube? Cube അല്ലെ, cuboidal epithelium. Option A. Which of the following is a process which absorbed substance from alimentary canal is transported to different organs where they are used to build complex substance? ഭക്ഷണത്തിനെ ചെറുതാക്കി മാറ്റുന്നതിനെ ഡൈജഷൻ എന്നും, ഈ ഡൈജഷൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള വസ്തുക്കളെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മറ്റു വസ്തുക്കൾ ബിൽഡ് ചെയ്യുന്ന, പുതുതായിട്ടുണ്ടാക്കുന്നതിനെ നമ്മൾ അസിമിലേഷൻ എന്നാണ് പറയുക. ഓർത്ത് വെക്കണം വ്യത്യാസം. അസിമിലേഷൻ, ബിൽഡ്. പുതിയ വസ്തുക്കളെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ അസിമിലേഷൻ എന്ന് പറയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് മെയ്ഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ? കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയത് അല്ലാത്തത് മസിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ടിഷ്യൂ തന്നെയാണ് അല്ലേ. ബോണ്, കാർട്ടിലേജ്, ബ്ലഡ്, ഇതൊക്കെ കണക്റ്റീവ് ടിഷ്യൂൻ്റെ ഉദാഹരണങ്ങളാണ്. മസിൽ എന്ന് പറയുന്നത് വേറൊരു വിഭാഗമാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. സ്ക്വാമസ് എപ്പിത്തീലിയം നമുക്കൊന്ന് മാച്ച് ചെയ്യാം. സ്ക്വാമസ് എപ്പിത്തീലിയം എവിടെയുള്ള? സെൽസ് ആർ തിൻ ആൻഡ് ഫ്ലാറ്റ് അല്ലേ. ഫ്ലാറ്റ് ആയിട്ടുള്ള, നിരപ്പായിട്ടുള്ള, തിന്നായിട്ടുള്ള സെല്ലാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 1. സ്ട്രാറ്റിഫൈഡ്, ലെയറുകളായിട്ട് അടുക്കി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മെനി ലെയേഴ്സ്. 5. B5. ട്യൂബ്, കിഡ്നി ട്യൂബ്. C3. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 5 അല്ല, 4 ആണ്. ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സിൽ വ്യത്യാസമുണ്ട്. 4. D. സിലിയ ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? റെസ്പിറേറ്ററി ട്രാക്റ്റിൽ. D2. ഇപ്പോൾ A1, B4, C3, D2. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസ് മൂവ്മെൻറ്റ് ഇൻ മസ്കുലർ ടിഷ്യൂ? ഓപ്ഷൻ എ, കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ. വാട്ട് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഈസ് ദ ഔട്ടർ സ്കിൻ മെയ്ഡ് ഓഫ്? ഔട്ടർ സ്കിൻ കട്ടിയുള്ളതായിരിക്കണം അല്ലേ. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം, ഔട്ടർ സ്കിൻ. വെർ ഇസ് ദ എംബ്രിയോ ഇംപ്ലാന്റഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻ ദ ഹ്യൂമൻ ഫീമെയിൽ ബോഡി? എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യുന്നത് എവിടെയാണ്? ഗർഭപാത്രത്തിലെ ലൈനിങ്ങിലാണ്. ഓപ്ഷൻ സി, യൂട്രസ് ലൈനിങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി പേസ് എ നെർവ് ടൈപ്പ് വിത്ത് ഇറ്റ്സ് ഒറിജിൻ? ക്രാനിയം എന്ന് പറഞ്ഞാൽ തലച്ചോറ്, തലയോടുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ക്രാനിയൽ നെർവ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്പൈനൽ നെർവ്സ് സ്പൈനൽ കോഡ് സുഷുമ്ന നാഡിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിച്ച് കമ്പോണൻറ്റ് ഓഫ് ബ്ലഡ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പോർട്ടിങ് ഫുഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജനസ് വേസ്റ്റ്? ഇതാണ് ബ്ലഡിൻ്റെ പ്ലാസ്മ. ഓപ്ഷൻ ബി. ബ്ലഡ് പ്ലാസ്മയാണ് ഫുഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രോജനസ് വേസ്റ്റിനെയൊക്കെ ക്യാരി ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് സ്കെലറ്റൽ ഓർ സ്ട്രൈറ്റൽ മസിൽ? ഇങ്ങനെയാണ്: ലോങ് ആണ്, സിലിണ്ട്രിക്കൽ ആണ്, അൺബ്രാഞ്ചഡ് ആണ്, മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്, വോളണ്ടറി കൺട്രോൾ ആണ്. ഈ ഒരു ഓപ്ഷൻ ഡി. By how many degrees Celsius is the temperature of the scrotum lower than the normal body temperature? വൃഷണത്തിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സാധാ ഹ്യൂമൻ ടെമ്പറേച്ചറിനേക്കാളും 2 to 3 ഡിഗ്രി സെൽഷ്യസ് കുറവായിരിക്കും. ഓപ്ഷൻ എ. 2 to 3 ഡിഗ്രി സെൽഷ്യസ് ലെസ് ആയിരിക്കും. കാര്യം അതാണ് സെമൻ പ്രൊഡക്ഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സ്പേം പ്രൊഡക്ഷൻ. വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് മസ്കുലർ ടിഷ്യൂ ഇൻ ദ ഹ്യൂമൻ ബോഡി? എന്താണ്? ഇറ്റ് പ്രൊഡ്യൂസസ് മൂവ്മെൻറ്റ്, അല്ലേ? ചലനത്തിന് കാരണം. മൂവ്മെൻറ്റ് ബൈ കോൺട്രാക്റ്റിംഗ് ആൻഡ് റിലാക്സിങ്. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ലിവിങ് ഓർഗാനിസം? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ്റെ ആവശ്യകത എന്താ? ടു ഒബ്റ്റെയിൻ എനർജി ആൻഡ് റോ മെറ്റീരിയൽസ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. ഓപ്ഷൻ സി. Which of the following events directly triggers the process of menstruation? Periods. അതിന് കാരണമാകുന്നത് എന്താ? എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ്. നോൺ ഫെർട്ടിലൈസേഷൻ ഓഫ് എഗ് ആൻഡ് ഹോർമോണൽ ചേഞ്ചസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ആൻ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് അനേറോബിക് റെസ്പിറേഷൻ നമ്മുടെ മസിൽ സെല്ലിൽ നടന്നാൽ അതെന്തിനെ ഉൽപ്പാദിപ്പിക്കുക? ലാക്റ്റിക് ആസിഡ്. ഓപ്ഷൻ ഡി. വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഷുഗർ മോളിക്യൂൾസ് ഇൻ ടു ഗ്ലൂക്കോസ് ഇൻ ഹ്യൂമൻ ബീങ്സ്? അമൈലേസ് കണ്ടാൽ മനസ്സിലാക്കണം കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ. ഓപ്ഷൻ ബി അമൈലേസ്. വാട്ട് ഈസ് ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ദ കിഡ്നി? കിഡ്നിയുടെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്? ഇൻ ദ അബ്ഡമൻ ഓൺ ഐദർ സൈഡ് ഓഫ് ദ ബാക്ക് ബോൺ, നട്ടലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സലൈവറി അമൈലേസിൻ്റെ ജോലി എന്താ? കൺവേർട്ട് സ്റ്റാർച്ച് ഇൻ ടു സിമ്പിൾ ഷുഗേഴ്സ്. ഓപ്ഷൻ സി. ദ റെഗുലർ ചേഞ്ചസ് ഇൻ ദ ഓവറി ആൻഡ് യൂട്രസ് ഡ്യൂറിങ് എഗ് ഫോർമേഷൻ ഈസ് കോൾഡ് ആസ് മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ് പറയുക. ഓപ്ഷൻ ഡി. വിച്ച് ടൈപ്പ് ഓഫ് മസിൽ ഈസ് വോളണ്ടറി ആൻഡ് ഷോ ലൈറ്റ് ആൻഡ് ഡാർക്ക്? ഐച്ഛികം ഏതാണ്? സ്ട്രയേറ്റഡ് അല്ലെങ്കിൽ സ്കെലറ്റൽ മസിലാണ്. ഓപ്ഷൻ എ. വൈ ഡു എപ്പിത്തീലിയൽ ടിഷ്യൂ ഹാവ് വെരി ലിറ്റിൽ സ്പേസ് ബിറ്റ്വീൻ ദെയർ സെൽ? എന്തുകൊണ്ടാണ്? ടു ക്രിയേറ്റ് എൻ എഫക്റ്റീവ് ബാരിയർ. ഒരു പ്രോപ്പർ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഓപ്ഷൻ സി. ലോജിക്കലായിട്ട് ചിന്തിക്കാം. വിച്ച് ടൈപ്പ് ഓഫ് മസിൽ ഈസ് ഫൗണ്ട് ഓൺ ദ വാൾസ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ്? ആന്തരിക അവയവങ്ങളിൽ, സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലൊക്കെ എവിടെയാണ്? എന്താണ്? സ്മൂത്ത് മസിലാണ്. ഓപ്ഷൻ ബി. വൈ ഈസ് ദ ഫീമെയിൽ ബോഡി സ്പെസിഫിക്കലി പ്രിപ്പയർഡ് എവറി മന്ത് ഫോർ പ്രഗ്നൻസി? എല്ലാ മാസവും പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എന്താ കാര്യം? എല്ലാ മാസവും ഒരു എംബ്രിയോ ഉണ്ടാവാം എന്നുള്ള രീതിയിലാണ് തയ്യാറെടുക്കുന്നത്. ടു നൗറിഷ് എ പൊട്ടൻഷ്യൽ എംബ്രിയോ. വൈ ഡസ് യൂട്രൈൻ ലൈനിങ് ബിക്കം തിക്ക് ആൻഡ് സ്പോഞ്ചി എവറി മന്ത്? ടു സപ്പോർട്ട് വാട്ട്? ടു സപ്പോർട്ട് എംബ്രിയോ. ഈ ഫെർട്ടിലൈസേഷൻ നടന്നാൽ എംബ്രിയോനെ സപ്പോർട്ട് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് യൂട്രസ് അതിൻ്റെ വാൾസൊക്കെ തിക്കാവുന്നത്. For the life process, the transfer of source of energy from outside the body of the organism. The transfer of a source of energy from outside to the body of organism is called as nutrition. Where does fertilization എവിടെയാണ് സംഭവിക്കുന്നത്? ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫല്ലോപ്പിയൻ ട്യൂബ് എന്ന് പറയും. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്പേമിൻ്റെയും എഗ്ഗിൻ്റെയും ഫ്യൂഷനാണ്. വിച്ച് സബ്സ്റ്റൻസ് ആർ സെലക്റ്റീവ്ലി റീഅബ്സോർബ്? നമ്മൾ സെലക്റ്റീവ് റീഅബ്സോർപ്ഷനെ പറ്റി പറഞ്ഞാലേ എന്തിനൊക്കെയാണ്? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, വാട്ടർ. ഇതിനെയാണ് സെലക്റ്റീവ്ലി റീഅബ്സോർബ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈഫ് പ്രോസസ് ലീഡ്സ് ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ? അനേറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ എന്ന് വിളിക്കും. ഓപ്ഷൻ സി ഫെർമെൻറ്റേഷൻ.
ഡാഷ് ഈസ് നോട്ട് സെലക്റ്റീവ്ലി റീഅബ്സോർബ്. ഗ്ലൂക്കോസ്, സാൾട്ട്, അമിനോ ആസിഡ് അതിനൊക്കെ പിന്നെയും ആവശ്യമുണ്ട്. പക്ഷേ എന്തിനാവശ്യമില്ല? യൂറിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് വേസ്റ്റാണ്, അതിന് തീരെ ആവശ്യമില്ല. As the chest cavity becomes larger, air is pulled into the lungs and fills the expanded alveoli. ഇതാണ് കറക്റ്റ് സീക്വൻസ്. ഉള്ളിലേക്ക് വലിക്കും ആൽവിയോളയിലേക്ക്. വേസ്റ്റ് ജനറേറ്റഡ് ബൈ ഡെവലപ്പിംഗ് ഹ്യൂമൻ എംബ്രിയോ ഈസ് റിമൂവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്ലാസൻഡ. പ്ലാസൻഡയിലൂടെയാണ് ആ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത്. വിച്ച് കണക്റ്റീവ് ടിഷ്യൂ സ്മൂത്തൻസ് ബോൺ സർഫസ് അറ്റ് ജോയിൻസ് ആൻഡ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഇയർ ആൻഡ് ട്രക്കിയ. നമ്മുടെ ചെവി, ട്രക്കിയയിലൊക്കെ എന്താണ്, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എല്ലുകളാണ് അല്ലേ. കാർട്ടിലേജ് എന്നാണ് അതിനെ വിളിക്കുക. ഓപ്ഷൻ ബി കാർട്ടിലേജ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ ഈസ് കറക്റ്റ്? Epithelial tissue forms a protective covering and regulates material exchange. Option A forms a protective covering. Arrange the following in the correct sequence of the development. ആദ്യം എന്താ ഉണ്ടാവുക? ആദ്യം സൈഗോട്ട്. ഈ സൈഗോട്ട് എന്നിട്ട് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. എംബ്രിയോ എന്തായിട്ട് മാറും? ഫീറ്റസ് ആയിട്ട് മാറും. ഇതാണ് കറക്റ്റ് സീക്വൻസ്. സൈഗോട്ട്, എംബ്രിയോ, ഫീറ്റസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ലിഗമെൻറ്റ്? ലിഗമെൻറ്റ് എന്ന് പറയുന്നത് എന്താ? രണ്ട് എല്ലുകളെ കണക്ട് ചെയ്യുന്നതാണ്. ലിഗമെൻറ്റ്സ് കണക്ട് ബോൺ ടു ബോൺ. Ligament connect bone to bone and are very elastic with little matrix എന്ന് പറയുന്നതാണ് ഓപ്ഷൻ എ. ലിഗമെൻ്റ് എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. രണ്ട് എല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്ത്? ഈ ലിഗമെൻ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എൻസൈം ദാറ്റ് ഈസ് സെക്രീറ്റഡ് ഇൻ ദ സ്റ്റൊമക്ക്? ആമാശയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് എന്ത്? പെപ്സിൻ എന്ന് പറയുന്നത്. ട്രിപ്സിൻ പാങ്ക്രിയാസ് ആണ് ഉണ്ടാക്കുന്നത്. പെപ്സിൻ സ്റ്റൊമക്കാണ്. സ്റ്റൊമക്ക് പെപ്സിൻ. വാട്ട് ഈസ് പ്രിവെൻറ്റഡ് വെൻ ഫെലോപ്പിയൻ ട്യൂബ് ഇൻ ഫീമെയിൽസ് ആർ ബ്ലോക്ക്ഡ്? ഫീമെയിൽസിലെ ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കില്ല? ഫെർട്ടിലൈസേഷൻ നടക്കില്ല. വിച്ച് ടൈപ്പ് ഓഫ് മസ്കുലർ ടിഷ്യൂ ഈസ് പ്രസൻറ്റ് ഇൻ ദ വാൾ ഓഫ് ദ സ്റ്റൊമക്ക്? സ്മൂത്ത് മസിൽ ടിഷ്യൂ. ഓപ്ഷൻ എ. ആന്തരികാവയവങ്ങളിൽ സ്മൂത്ത് മസിൽ ടിഷ്യൂ. Which of the following are the covering or protective tissue? Protective tissue ആണ് epithelial tissue. Covering tissue. What is the main function of epithelial tissue in the body? It covers and protects organs and cavities. Protect എന്ന് എവിടെ കണ്ടാലും epithelial tissue. Even though ovulation occurs regularly in a female, the uterus lining is shed during menstruation each month. What does this suggest about fertilization? Fertilization നടന്നിട്ടില്ലെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുക? പീരീഡ്സ് ഉണ്ടാവുക. Which part of the brain controls involuntary actions such as blood pressure, salivation and vomiting? Blood pressure, salivation, vomiting ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, മെഡുല്ല ഒബ്ലോങ്കേറ്റ. Which of the following tissue have contractile protein that contract and relax to cause movement? ഏതാണ്? മസ്കുലർ ടിഷ്യൂ. ആക്റ്റിൻ, മയോസിൻ എന്നുള്ള contractile protein. What happens to the egg if it is not fertilized? ഫെർട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ലീവ്സ് ഫോർ അബൌട്ട് 1 day and then disintegrates. ഓപ്ഷൻ എ. വിച്ച് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ കണക്ട്സ് മസിൽ ടു ബോൺ? മസിൽ ടു ബോൺ എന്താണ്? ടെൻഡൺ ആണ്. ടെൻഡൺ. ഓപ്ഷൻ സി. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് ദ എഗ് ഫെർട്ടിലൈസ്ഡ് ബൈ സ്പെർം? ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഫെലോപ്പിയൻ ട്യൂബ്. എഫ് കണക്ഷൻ. What is the primary function of epithelial tissue? Epithelial ടിഷ്യൂവിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ്. Tooth enamel starts corroding when pH in the mouth. നമ്മുടെ മൗത്തിൻ്റെ pH 5.5 താഴുകയാണെങ്കിൽ നമ്മുടെ ഇനാമൽ നശിക്കാനായിട്ട് തുടങ്ങും. വാല്യൂ ഓർത്ത് വെക്കുക, 5.5 കുറയുകയാണെങ്കിൽ. വിച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻസ് കൺട്രോൾ തിങ്കിങ് ആൻഡ് ലേണിംഗ്? നമ്മുടെ മെയിൻ തിങ്കിങ് ആൻഡ് ലേണിംഗ് സെൻറ്റർ എവിടെയാണ്? സെറിബ്രമാണ്. ബ്രെയിൻ്റെ സെറിബ്രം. ഫിഷ് ഹാവ്, മത്സ്യങ്ങൾക്ക് 2 ചേംബറുള്ള ഹാർട്ടാണ്. 2 ചേംബറുള്ള ഹാർട്ടാണ്. 2 ചേംബർ.
2 chambered ഹാർട്ടാണ് ആൻഡ് ബ്ലഡ് ഫ്ലോസ് ത്രൂ ഇറ്റ് ഇൻ 1 കംപ്ലീറ്റ് സൈക്കിൾ. ഒറ്റ സൈക്കിളിൽ തന്നെ, ഒരൊറ്റ കണക്ഷനിൽ തന്നെ അതിൻ്റെ ബ്ലഡ് മുഴുവനായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, മത്സ്യങ്ങളിൽ എത്രയാണ്? 2 ചേമ്പറുള്ള ഹാർട്ടാണ്. വൺസ് ആണ് നടക്കുന്നത്, കംപ്ലീറ്റ് സൈക്കിൾ വൺസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണക്റ്റീവ് ടിഷ്യൂ? കൂട്ടത്തിൽ കണക്റ്റീവ് ടിഷ്യൂ അല്ലാത്തതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അതൊരു വേറെ ടിഷ്യൂ തന്നെയാണ്. കട്ടിലേജ്, ബ്ലഡ്, ബ്ലോണൊക്കെ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഫെർട്ടിലൈസേഷൻ ഇൻ ഫീമെയിൽ യൂഷ്വലി ഒക്കർ ഇൻ വിച്ച് റീജിയൻ ഓഫ് ദ റീപ്രൊഡക്റ്റീവ്? ഫലോപ്പിയൻ ട്യൂബിലാണ്. ഇൻ ഹ്യൂമൻ ഫീമെയിൽ വെൻ എഗ് ഈസ് നോട്ട് ഫെർട്ടിലൈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ടേക്സ് പ്ലേസ്? മെൻസ്ട്രുവേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ ഈസ് പ്രസൻറ്റ് ഇൻ ചെസ്റ്റ് ക്യാവിറ്റി? നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ ആരാളുള്ള? ലങ്സ് ആണ്. ലങ്സ് എന്നുള്ള അവയവമാണ്. ഇൻ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വേർ ഡസ് ദ സ്പേം ഫോർമേഷൻ? സ്പേം എവിടെ ഉണ്ടാകുന്നത്? സ്ക്രോട്ടം അല്ലെങ്കിൽ വൃഷണം എന്ന് പറയും. സ്ക്രോട്ടത്തിലാണ് സ്പേം ഉണ്ടാകുന്നത്. വിച്ച് ടിഷ്യൂ ഈസ് സ്പെഷ്യലൈസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് റാപ്പിഡ് ഇലക്ട്രിക്കൽ ഇമ്പൾസ്? അതേതാണ്? നെർവസ് ടിഷ്യൂ ആണ്. നെർവസ് ടിഷ്യൂ. ഇലക്ട്രിക്കൽ ഇമ്പൾസ്, നെർവസ് ടിഷ്യൂ. യെസ്, ഹ്യൂമൻ ഫിസിയോളജിയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് PDF കിട്ടാനായിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള റിവിഷനുമായിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക് യു.